ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രി നാം ചിന്തിക്കുന്നതിനേക്കാൾ അധികമായി, നാം നിരൂപിക്കുന്നതിനേക്കാൾ അധികമായി ആമേൻ നമ്മെ ഈ പകൽ ജയത്തോടെ നടത്തിയ കർത്താവ് ആമേൻ നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവാൻ പോകുകയാണ്. പകലിന്റെ മണിക്കൂറുകൾ അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഇരുന്നു. ഇന്ന് രാത്രിയിലും സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ അതിരാവിലെ തിരുസന്നിധിയിൽ രാത്രി കൂട്ടായ്മയിൽ കൂടി വരുവാൻ നമ്മെ സഹായിച്ച, നമ്മെ ബലപ്പെടുത്തിയ സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ആമേൻ ഇന്ന് പകലിലും ആമേൻ ദൈവം എന്റെ അകത്ത് തന്ന ചില വരികളുണ്ട്. ആമേൻ ആർത്തിരമ്പും തിരമാലകൾ ആമേൻ ജീവിത പടകിനെ ആഞ്ഞടിച്ചാലും പ്രൈസ് ദി ലോർഡ് കൈവിടാതെ യേശു എൻ ചാരയുണ്ട്. ഹല്ലേലൂയ, ആമേൻ. അതേ ചെങ്കടൽ പാതയൊരുക്കിയവൻ ആമേൻ ഇന്ന് വൈരിയുടെ മുമ്പിൽ വഴിയൊരുക്കുന്നു. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. കലങ്ങിടേണ്ട കരുണാമയന്റെ കരങ്ങളിൽ നിന്റെ ജീവിതം സുരക്ഷിതമാണ്. ഹല്ലേലൂയ, ആമേൻ. ഈ ദിവസങ്ങളിൽ ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ അകത്ത് ഇടപെട്ട ആമേൻ വാക്കുകളും ചിന്തകളും ആമേൻ പാട്ടുകളായി ആമേൻ അതേ എഴുതുവാൻ ദൈവമായ കർത്താവ് കൃപ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു ആമേൻ പരിമിതികൾ പൊളിക്കപ്പെടും, ആമേൻ താഴ്ത്തപ്പെട്ടവൻ ഉയർത്തപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. കരുതുന്നവൻ കാക്കുന്നവൻ ഇന്ന് കൂടെയുണ്ട്. ഹല്ലേലൂയ. നീ വെള്ളത്തിൽ കൂടി കടന്നാൽ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ പ്രാർത്ഥനയോടെ ആമേൻ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലാം. ആമേൻ. വിശ്വസിക്കുക, ആമേൻ. ആരാധിക്കുക, വിടുതൽ സ്വീകരിക്കുക. ആമേൻ. യേശു എൻ ചാരയുണ്ട്. ആമേൻ. പരിമിതികൾ പൊളിയട്ടെ. കരുണാമയൻ വഴി തുറക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. പാടുവരത്തും മേടിച്ചെന്നെ നടത്തിരും വരെ ചെങ്കടം അടിച്ചഞ്ഞരയ്ക്കും കാത്തിയൊരുക്കിയവൻ വരിയൻ മുൻപിൽ വഴി തുറന്നിടുമേ കരുതുന്നവൻ കാക്കുന്നവൻ കരുണയാ കാവലായി കൂടെയുണ്ട്. കലങ്ങിടേണ്ട കരുണാമയൻ കരങ്ങളല്ലേ വഹിച്ചിടുമേ പരിമിതിമായ പൊളിച്ചിടുവേ ഉയർത്തിടുമേ.
Praise Jesus. Hallelujah. എത്ര പേര് വിശ്വസിക്കുന്നു? ആമേൻ. കരുണാമയ കാക്കുന്നവൻ, കരം പിടിച്ച് ആമേൻ ഉയർത്തുന്നവൻ, പരിമിതികളെ പൊട്ടിക്കുന്നവൻ. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും മഹത്വമുള്ളവനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ രാത്രിയിൽ അവിടുത്തെ സന്നിധിയിൽ നിന്ന് ആമേൻ ദൂരെ ഇരുന്നല്ല ആമേൻ അവിടുത്തെ ശബ്ദം കേൾക്കുവാൻ ആകാംക്ഷയോടെ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. ആമേൻ. കർത്താവേ, ഇന്ന് രാത്രി മനുഷ്യന്റെ ശബ്ദമല്ല ആമേൻ, അതേ സമയം പോക്കുവാനല്ല ആമേൻ, അതേ ആത്മാവിന്റെ സ്വാതന്ത്ര്യം പ്രാപിക്കേണ്ടതിനായി ആമേൻ വിശുദ്ധ ആമേൻ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ആമേൻ അടുത്തു ചെല്ലുവാൻ കർത്താവേ, ഇന്ന് രാത്രി കൂടി വന്നിരിക്കുന്ന ജനത്തെ അവിടുന്ന് ഇടയാക്കണമേ. ചിതറിക്കിടക്കുന്ന ചിന്തകൾ ആമേൻ സമാധാനത്തിലേക്ക് ആമേൻ ഒരുക്കപ്പെടുവാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. ഭാരപ്പെട്ട് ആയിരിക്കുന്ന ഹൃദയങ്ങൾ ആമേൻ ദൈവിക സമാധാനം പ്രാപിപ്പാൻ ഇടയാകട്ടെ. ആമേൻ. ഉറങ്ങിക്കിടക്കുന്ന ആത്മാക്കൾ അവിടുത്തെ ശബ്ദത്തിൽ ഉണരുവാൻ ഇന്ന് രാത്രി ഇടയാക്കണമേ. പരിശുദ്ധാത്മാവേ, ഈ ലൈവിന്റെ നിയന്ത്രണം മുഴുവനായി അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ആമേൻ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവേ, അങ്ങ് സംസാരിക്കണമേ, അങ്ങ് ഇടപെടണമേ. അവിടുന്ന് ഞങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണുകളെ തുറക്കണമേ. അവിടുന്ന് വചനത്തിന്റെ ആഴങ്ങളെ വെളിപ്പെടുത്തണമേ. വചനത്തിന്റെ വായനയിൽ വെളിപ്പാടുണ്ടാകട്ടെ. ആമേൻ. വചനം പ്രസംഗിക്കുമ്പോൾ ജീവൻ ഒഴുകട്ടെ. വചനത്തിന്റെ ശബ്ദത്തിൽ ബന്ധനങ്ങൾ ആമേൻ തകരട്ടെ, അഴിയപ്പെടട്ടെ. കർത്താവേ, പരിമിതികളാൽ തടയപ്പെട്ടിരിക്കുന്ന മനസ്സുകളിൽ അവിടുന്ന് ഇന്ന് രാത്രി അവിടുത്തെ ശക്തിയെ അതേ വെളിപ്പെടുത്തണമേ, പകരണമേ. ഭയത്തിന്റെ മതിലുകൾ ഇടിഞ്ഞു വീഴട്ടെ. നിരാശയുടെ ശബ്ദങ്ങൾ നിശബ്ദമാകട്ടെ. ഇന്ന് രാത്രി മുതൽ പരിമിതികൾ ആമേൻ അവസാനിക്കട്ടെ, ഉയർച്ച ആരംഭിക്കട്ടെ. പഴയ ജീവിതം പിന്നിലാകട്ടെ, പുതിയത് ആരംഭിക്കട്ടെ. ഇന്ന് രാത്രി പരിമിതികൾ തകരട്ടെ കർത്താവേ, ഭയം പിൻവാങ്ങട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിവേഗം സഞ്ചരിക്കുന്ന ദൈവവചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി ഇന്ന് രാത്രി ഓൺലൈനിൽ ഓഫ്ലൈനിൽ ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാ ജീവിതങ്ങളുടെ മേലും അസാധാരണമാകുന്ന ദൈവ പ്രവൃത്തി വെളിപ്പെടുവാൻ സ്വർഗ്ഗമിടയാക്കണമേ. ശുശ്രൂഷിപ്പാൻ അടിയനെ ശക്തീകരിക്കണമേ. ജനത്തെ അവിടുന്ന് ഒരുക്കണമേ. സകല മഹത്വവും മാനവും പുകഴ്ചയും ആമേൻ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശക്തിയുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് രാത്രി സന്തോഷമുള്ള ദൈവജനം കരകളടിച്ച് നന്ദിയോടെ കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനം ഇന്ന് രാത്രിയിലും ഈ പ്ലാറ്റ്ഫോമിലൂടെ ആമേൻ ഈ ചാനലിലൂടെ ലോകത്തിന്റെ അറ്റത്തോളം എത്തിക്കുവാൻ വിശ്വസ്തനെണ്ണി എന്നെ നിർത്തിയിരിക്കുന്ന ആമേൻ സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിക്കുന്നതോടൊപ്പം ഇന്ന് രാത്രി സ്വദേശത്ത് വിദേശത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ ലോക രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവർക്കും ഇരുന്നവനും ഇരിക്കുന്നവനും ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ നിസ്തുല്യനായ യേശു കർത്താവിന്റെ നാമത്തിൽ ക്രിസ്തീയ വന്ദനം അറിയിച്ചുകൊണ്ട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന വേദഭാഗം വായിച്ച് വേഗത്തിൽ അതേ ചിന്തകൾ പങ്കുവെച്ച് പ്രാർത്ഥിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഹല്ലേലൂയ. സങ്കീർത്തനം 6:12. ഹല്ലേലൂയ. സങ്കീർത്തനം ആമേൻ 66:12. ആമേൻ. ഇങ്ങനെ വായിക്കുന്നേ: നീ ഞങ്ങളെ തീയിൽ കൂടി വെള്ളത്തിൽ കൂടി കടത്തിയെങ്കിലും ആമേൻ വിശാല സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. കഴിഞ്ഞ ദിനങ്ങളിലായി നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വേദഭാഗമാണല്ലോ. ആമേൻ. ഇന്ന് രാത്രി ആമേൻ അതേ പ്രാരംഭ വാക്യമായിട്ട് വായിക്കുവാൻ പോകുന്നത് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യമാണ്. ഹല്ലേലൂയ. ആമേൻ. അതേ ഇൻട്രൊഡക്ഷനായി ഞാൻ പറഞ്ഞ
പറഞ്ഞെന്നേയുള്ളൂ. ആമേൻ. തീയിൽ കൂടി വെള്ളത്തിൽ കൂടി ഹല്ലേലൂയ നീ ഞങ്ങളെ കടത്തിയെങ്കിലും വിശാല സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. ഹല്ലേലൂയ. ഇന്ന് പകലിലും തീയുടെ അനുഭവത്തിലൂടെ കടന്നുപോയവരുണ്ട്. ഹല്ലേലൂയ. അതേ വെള്ളത്തിന്റെ അനുഭവത്തിലൂടെ കടന്നുപോയവരുണ്ട്. ആമേൻ. ആ തീക്കകത്ത് വെന്തു പോകാതെ, ആ വെള്ളത്തിനകത്ത് തകർന്നു പോകാതെ, ആ നദി നിന്റെ മീതെ കവിയാതെ, നദിയുടെ അനുഭവമായിരുന്നെങ്കിലും തീയുടെ അനുഭവമായിരുന്നെങ്കിലും അവിടെ തകർന്നു പോകാതെ നിന്നോട് കൂടെ ഇരുന്ന് ആമേൻ ഇന്ന് രാത്രിയിലും ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുവാൻ ആയുസ്സും ആരോഗ്യവും ബലവും നൽകിയ കർത്താവ് ഇന്ന് രാത്രി ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. ഹല്ലേലൂയ. ആമേൻ. എനിക്ക് ശക്തി നൽകുന്ന ക്രിസ്തുവിൽ എനിക്ക് എല്ലാം സാധ്യമാണ്, എല്ലാം കഴിയുമെന്ന് ഒരാമേൻ പറയാമോ? ഹല്ലേലൂയ. സ്തോത്രം. പ്രിയമുള്ള ദൈവമക്കളെ, ആമേൻ. ഹല്ലേലൂയ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ആമേൻ ആത്മാവിൽ പ്രേരിതനായി ആമേൻ പറയുന്ന വാക്കുകളാണ്. ഈ മനുഷ്യൻ പറയുന്ന ഒരു വാക്കുണ്ട്. എന്താ? എന്റെ കഴിവ് ഇത്രയേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ആമേൻ എല്ലാവരും പറയുന്ന കാര്യമാണ്, എനിക്ക് കഴിവ് ഇത്രയേ ഉള്ളൂ. ആമേൻ. എന്റെ പശ്ചാത്തലം അത്ര നല്ലതല്ല, അല്ലേ? ഇന്ന് പകലിലും പറഞ്ഞില്ലേ? ആമേൻ. എന്റെ സാഹചര്യം മോശമാ. ആമേൻ. ഹല്ലേലൂയ. ഇത് വരെയാണ്, ഇത് വിധിയാണ്. ഹല്ലേലൂയ. എന്നാൽ എന്റെ അവസ്ഥ ഇതാണ്. ആമേൻ. ഇതെല്ലാം ഹല്ലേലൂയ പരിമിതിയുടെ ഭാഷയാണ്, അല്ലേ? ആമേൻ. ഒരു വൃത്തത്തിനകത്ത് കേറി നിന്നിട്ട് പറയുന്നത് പോലെയാ, ഒരു റൂമിനകത്ത് കേറിയിരുന്ന് പറയുന്നത് പോലെയാ, ഒരു സർക്കിളിനകത്തിരുന്ന് പറയുന്നത് പോലെയാ. എന്താ പറയുന്നേ? ആമേൻ. എനിക്ക് കഴിവിത്രയേ ഉള്ളൂ. ആമേൻ. എന്നെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. എന്റെ വിദ്യാഭ്യാസം, എന്റെ ശരീരത്തിന്റെ അവസ്ഥ, എന്റെ പ്രായം, ഇതൊക്കെ കണക്കിലെടുത്തിട്ട് പറയുകയാണ്. ആമേൻ. എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. പണ്ട് അബ്രഹാമിന്റെ ഭാര്യ ആയ സാറ ദൂതന്റെ അവൻ വായിൽ നിന്ന് ചില വാക്ക് കേട്ടപ്പോ ചിരിച്ചതുപോലെ ഇന്ന് രാത്രിയിലും അവൻ ഇത് കേൾക്കുമ്പോ ചിരിക്കുന്നവരുണ്ടെന്ന്. ഹല്ലേലൂയ. ഇന്ന് പകലിലും അവൻ ചിലതൊക്കെ കേട്ടപ്പോ ചിരിച്ചവരുണ്ടെന്ന്. ഹല്ലേലൂയ. ആമേൻ. എനിക്കല്ലയോ എന്റെ സാഹചര്യം അറിയത്തുള്ളൂ, എനിക്കല്ലേ എന്റെ ശരീരത്തിന്റെ വേദന അറിയത്തുള്ളൂ, എനിക്കല്ലേ എന്റെ കപ്പാസിറ്റി അറിയത്തുള്ളൂ, അല്ലേ? ഹല്ലേലൂയ. ചില അമ്മമാര് ചില മക്കളെ കുറിച്ച് അപ്പന്മാരോട് പറയുന്നത് ഇങ്ങനെയാ, ആമേൻ, മകന്റെ കപ്പാസിറ്റി ഇത്രയേ ഉള്ളെന്ന്. ഹല്ലേലൂയ. ഏതോ സർക്കിളിനകത്ത് ഏതോ പരിമിതിക്കകത്തിരുന്ന് പറയുക. ഹല്ലേലൂയ. എന്റെ അവസ്ഥ ഇതാണ്. ഇതെല്ലാം പറയിപ്പിക്കുന്നത് ഈ പരിമിതിക്കകത്ത് നിന്നിട്ടാണ്. ഹല്ലേലൂയ. എന്നാൽ ദൈവം സംസാരിക്കുന്ന ഭാഷ പരിമിതിയുടെ ഭാഷയല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അത് ശക്തിയുടെ ഭാഷയാണ്. ആമേൻ. അത് സാധ്യതയുടെ ഭാഷയാണ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് ആമേൻ ഞാൻ ആമേൻ എഴുതി ആമേൻ ആമേൻ അതേ കേട്ട വരികൾ ആമേൻ എന്റെ ജീവിത അനുഭവത്തിൽ നിന്ന് എഴുതിയതാണ്. ഹല്ലേലൂയ. ജീവിതമാം പടകിലിരിക്കുമ്പോൾ ഹല്ലേലൂയ ആർത്തിരമ്പും തിരമാലകൾ പോലെ പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ ദൈവം പറയുന്നു, ആമേൻ, ഭയപ്പെടേണ്ട. ആമേൻ, ഞാൻ നിന്റെ ചാരിയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ആമേൻ ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുക, ജീവിതമാം പടകിൽ ആമേൻ ഹല്ലേലൂയ ആമേൻ അതേ അലകൾ ആഞ്ഞടിക്കുമ്പോൾ ആർത്തിരമ്പുമ്പോൾ ഹല്ലേലൂയ ആർത്തിരമ്പുന്ന തിരമാലകൾ പോലെ പ്രതികൂലങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ആഞ്ഞടിക്കുമ്പോൾ ഇന്ന് രാത്രി സ്വർഗം നിന്നെ നോക്കി, നിന്റെ തലമുറയെ നോക്കി, ആമേൻ, നിന്റെ ജീവിത സാഹചര്യങ്ങളെ നോക്കി, നിന്റെ പരിമിതിയെ നോക്കി ആമേൻ പറയുന്നു, ഭയപ്പെടേണ്ട. ഹല്ലേലൂയ, ഞാൻ നിന്റെ ചാരയുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഇന്നത്തെ ആമേൻ രാത്രിയിലെ ദൈവിക സന്ദേശം ആമേൻ
പ്രശ്നം ചെറുതാക്കുന്നതല്ല, ആമേൻ. വേദന ചെറുതാക്കുന്നില്ല, പ്രൈസ് ദി ലോർഡ്. വേദന നിഷേധിക്കുന്നില്ല, ആമേൻ. പക്ഷേ പരിമിതിയെ പൊളിക്കുന്ന ദൈവത്തെ ഇന്ന് രാത്രി വചനത്തിലൂടെ വെളിപ്പെടുത്തുവാൻ പോകുകയാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ, ആമേൻ. പരിമിതികൾ യാഥാർത്ഥ്യമാകാം, പക്ഷേ അത് അന്തിമമല്ല, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ആമേൻ. മനുഷ്യന് പരിമിതിയുണ്ട്. സമയം, അല്ലേ? സമയം പരിമിതമാണ്. ഹല്ലേലൂയ. ശരീരം പരിമിതമാണ്. ഹല്ലേലൂയ. അറിവും ബന്ധങ്ങളും പരിമിതമാണ്. ഹല്ലേലൂയ. എന്നാൽ പരിമിതം അല്ലാത്ത ഒന്നുണ്ട്. ഹല്ലേലൂയ. സങ്കീർത്തനം 92 വേഗത്തിൽ വായിച്ചാട്ട്, ആമേൻ. മനുഷ്യന് പരിമിതിയുണ്ട്, സമയത്തിന് പരിമിതിയുണ്ട്, ശരീരത്തിന് പരിമിതിയുണ്ട്, അറിവുകൾക്കും ബന്ധങ്ങൾക്കും പരിമിതമുണ്ട്. എന്നാൽ പരിമിതമില്ലാത്ത ഒന്നുണ്ട്. സങ്കീർത്തനം 92. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഈ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. അപ്പോ മനുഷ്യനോടുള്ള ബന്ധത്തിൽ ഇവിടെ എല്ലാത്തിനും പരിമിതിയുള്ളപ്പോൾ മനുഷ്യനോടുള്ള ബന്ധത്തിൽ വചനം പറയുന്നു ദൈവത്തിന് പരിമിതിയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പേ, ആമേൻ, പർവ്വതങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ, ഹല്ലേലൂയ, നീ ദൈവമായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ശ്രദ്ധിക്കണം സഭയെ, ദൈവത്തിന് എന്തില്ല? പരിമിതിയില്ല. ഹല്ലേലൂയ. അവൻ നിന്റെ പരിമിതിക്ക് പുറത്താണ്. ഇന്ന് നീ പറയുന്നു ഇവിടെ വരെ, ഹല്ലേലൂയ, ഇവിടെ വരെ, ആമേൻ, ഇതിനപ്പുറത്തേക്ക് എന്നെ കൊണ്ടൊക്കത്തില്ലെന്ന്. ഹല്ലേലൂയ. അത് നിന്റെ സർക്കിളിനകത്ത്, നിന്റെ പരിമിതിക്കകത്ത്, നിന്റെ അറിവിൽ നിന്ന്, നിന്റെ യുക്തിക്കും നിന്റെ ബുദ്ധിക്കും, ആമേൻ, നീ പറയുക. ഹല്ലേലൂയ. എന്നാൽ ആമേൻ, നിന്റെ ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ചല്ല. ഹല്ലേലൂയ. പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പേ ആരുണ്ടായിരുന്നു? ദൈവമുണ്ടായിരുന്നു. ഹല്ലേലൂയ. ആ ദൈവം ഇന്ന് രാത്രി നിന്നെ നോക്കി പറയുക, ആമേൻ, അതേ പരിമിതിയെ നോക്കി, ആമേൻ, നീ എന്ത് ചെയ്യണ്ട? ആമേൻ, സങ്കടപ്പെട്ടിരിക്കേണ്ട. ഹല്ലേലൂയ. ദൈവത്തിന് പരിമിതിയില്ല. ഹല്ലേലൂയ. അവൻ നിന്റെ പരിമിതിക്ക് പുറത്താണ്. അതുകൊണ്ട് നിന്റെ ബുദ്ധി കൊണ്ട് നീ ദൈവത്തെ അളക്കരുത്. ആമേൻ, നിന്റെ ചിന്തകൾ കൊണ്ട് നീ ദൈവത്തെ അളക്കരുത്. ഹല്ലേലൂയ. ആമേൻ. ദൈവം ഇല്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു എന്ന വചനം പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഇത് തുടക്കം മാത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീവിതമാം പടകിലും യേശു കൂടെയുണ്ട്. ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ അതേ മനുഷ്യനായി, ആമേൻ, ജീവിച്ചപ്പോൾ, ഹല്ലേലൂയ, ആമേൻ, തന്നോട് ഒപ്പം ആയിരുന്ന, അല്ലെങ്കിൽ താൻ തിരഞ്ഞെടുത്ത, തന്നെ അനുഗമിച്ച, ആമേൻ, ശിഷ്യന്മാരുമായിട്ട് ഒരുമിച്ച് യാത്ര ചെയ്യുന്ന വേളയിൽ, ഹല്ലേലൂയ, ആമേൻ, നമുക്ക് കാണുവാൻ കഴിയുന്നു മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 37, 38, 39 വാക്യം വേഗത്തിൽ വായിച്ചാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ തിര തള്ളിക്കയറുകൊണ്ട് അത് മുങ്ങുമാറായി. അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ അവരെ ഉണർത്തി ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണമേ, വലിയ കൊടുങ്കാറ്റ്. ഹല്ലേലൂയ. ആമേൻ. കൊടുങ്കാറ്റ് മാത്രമല്ല, പടകിൽ വെള്ളം കയറുന്നു. ഹല്ലേലൂയ. നോക്കണേ, ആമേൻ, ശിഷ്യന്മാർ ഭയപ്പെടുന്നു. ഹല്ലേലൂയ. ആമേൻ. പക്ഷേ യേശു പടകിലുണ്ട്.
ഹല്ലേലൂയ. നോക്കണം, ആമേൻ. അക്കരയ്ക്ക് പോകുന്ന ശിഷ്യന്മാർ, അവരുടെ പടകിന് നേരെ ശക്തമായ കൊടുങ്കാറ്റ്. ആമേൻ. കൊടുങ്കാറ്റ് മാത്രമല്ല, ആ പടകിൽ വെള്ളം ആമേൻ ഇരച്ചു കയറുകയാണ്. ഹല്ലേലൂയ. ഈ രണ്ട് സാഹചര്യങ്ങളും ആമേൻ അവരെ ഭയപ്പെടുത്തുവാനിടയായി. രക്ഷിക്കപ്പെട്ടതാണ്, സ്നാനപ്പെട്ടതാണ്, ദൈവ കൃപയിൽ ആണ് ഒക്കെ. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരോട് പറയുന്നു, പടകിൽ വെള്ളം കയറുന്നത് പോലെ, വലിയ കൊടുങ്കാറ്റ് അടിക്കുന്നത് പോലെ, ആമേൻ, അതേ ജീവിതമാകുന്ന പടകിന് നേരെ ചില പ്രശ്നങ്ങൾ ആമേൻ അതേ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ചില പ്രശ്നങ്ങൾ അലയടിച്ചുയരുന്നു. എന്നാൽ ഇന്ന് രാത്രി ആമേൻ നിന്റെ കൂടെ ആമേൻ ലോക അവസാനത്തോളം ഇരിക്കാമെന്ന് പറഞ്ഞ കർത്താവ് ഉണ്ടെങ്കിൽ, ആമേൻ, ഇന്ന് രാത്രി ആ കർത്താവിന് നിന്റെ അകത്ത് ഒന്ന് ഉണർത്താമെങ്കിൽ, ആമേൻ, ആ വിഷയത്തിന്മേൽ അതേ ആ പരിമിതിക്കകത്ത് നിന്ന് സ്വർഗം നിന്നെ ഉയർത്തുവാൻ തക്കവണ്ണം ഇടയാകും. ആമേൻ. ശിഷ്യന്മാർ ഭയപ്പെടുന്നു. ആമേൻ. പടകിൽ വെള്ളം കയറുന്നു, വലിയ കൊടുങ്കാറ്റുണ്ടാകുന്നു. എന്നാൽ യേശു ആമേൻ ആ കൊടുങ്കാറ്റ് ആമേൻ ഉണ്ടെന്നത് ഹല്ലേലൂയ ആമേൻ അതേ യേശു കണ്ടു. ആമേൻ. എന്നാൽ യേശു അവിടെ ഇല്ലെന്നതിന്റെ തെളിവല്ല, ആമേൻ, അവൻ എഴുന്നേറ്റപ്പോൾ ഹല്ലേലൂയ ആമേൻ കാറ്റിനോട് മിണ്ടാതിരിക്കുവാനായിട്ട് കൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ അകത്ത് വിശ്വാസമുണ്ട്, നമ്മുടെ അകത്ത് വചനമുണ്ട്, നമ്മുടെ അകത്ത് ആത്മാവുണ്ട്. എന്നാലും ആമേൻ ചില സമയങ്ങളിൽ നാം ഭീരുക്കളാകുകയാണ്, നാം ഭയപ്പെടുകയാണ്, നാം സർക്കിളിനകത്തിരുന്ന് സംസാരിക്കുകയാണ്. എന്നാൽ ആ കൂട്ടായ്മയ്ക്കകത്ത് ആമേൻ ആ ശിഷ്യന്മാരുടെ പടകില് യേശു ഉണ്ടായിരുന്നു. യേശു എഴുന്നേൽക്കുവാനിടയായി. യേശു ആമേൻ ആ പ്രശ്നത്തോട് ഇടപെടുവാനിടയായി. യേശു ആ പ്രശ്നത്തോട് സംസാരിക്കുവാനിടയായി. ആമേൻ. തിരമാലകളോട് ശാന്തമാകൂ, ഹല്ലേലൂയ, കാറ്റിനോട് മിണ്ടാതിരി, അടങ്ങൂ, ഹല്ലേലൂയ. ഇന്ന് ദൈവം പറയുന്നു, നിന്റെ ജീവിതത്തെ തകർക്കാൻ വന്ന പ്രതികൂലങ്ങൾക്ക് അറുതി വരുത്തുന്ന ശക്തി യേശുവിന്റെ നാമത്തിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. നിന്റെ ജീവിതത്തെ തകർക്കാൻ വന്ന പ്രതികൂലങ്ങൾക്ക് അറുതി വരുത്തുന്ന ശക്തി ആമേൻ യേശുവിന്റെ നാമത്തിലാണ്. ഹല്ലേലൂയ. ആമേൻ. അതേ ഇസ്രായേൽ ജനം ആമേൻ ദൈവിക വാഗ്ദത്തങ്ങൾ ആമേൻ ഹല്ലേലൂയ ആമേൻ പ്രാപിക്കുവാനായിട്ട് ആ വാഗ്ദത്തങ്ങളെ ആമേൻ അകത്ത് ചുമ്മിക്കൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ആമേൻ ചെങ്കടൽ ഹല്ലേലൂയ അവരുടെ മുമ്പിൽ പ്രകടമാകുകയാണ്. ആമേൻ. പരിമിതിയുടെ അതിരിൽ അവർ നിൽക്കുകയാണ്. ഹല്ലേലൂയ. അവർ കേട്ട വാഗ്ദത്തം വലുതാണ്. ആ വാഗ്ദത്തം നിറവേറിക്കാടുവാൻ വിശ്വാസത്താൽ കാൽച്ചുവടുകളെ വെക്കുന്ന ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ ഇതാ പരിമിതി. ഹല്ലേലൂയ. ആമേൻ. എന്താ പരിമിതി? ഹല്ലേലൂയ. ചെങ്കടലാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ചെങ്കടൽ പിന്നിൽ ഹല്ലേലൂയ ശത്രു സൈന്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മുമ്പിൽ ചെങ്കടൽ, പിന്നിൽ ശത്രു സൈന്യം. ആമേൻ. നോക്ക്, ഒരു സർക്കിളിനകത്ത് അവർ നിൽക്കുകയാണ്. അവർക്ക് പുറകോട്ട് പോകാൻ വയ്യ, അവർക്ക് മുമ്പോട്ട് പോകുവാൻ വയ്യ. ആമേൻ. വാഗ്ദത്തം കേട്ടതാണ്. ആമേൻ. ഇറങ്ങിയത് ശരിയാണ്. ആമേൻ. അവർ ഹല്ലേലൂയ ആമേൻ ദീർഘകാലം സഞ്ചരിച്ചത് ശരിയാണ്. ആമേൻ. എന്നാൽ ഇതാ പരിമിതിയുടെ മുമ്പിൽ അവർ നിൽക്കുകയാണ്. ഹല്ലേലൂയ. മുമ്പിൽ ചെങ്കടൽ, പിമ്പിൽ ശത്രു സൈന്യം. മോശ പറഞ്ഞു, ഇവിടെ വഴിയില്ല. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പക്ഷേ ദൈവം പറഞ്ഞു, നീ കൈ ഉയർത്തു. ഹല്ലേലൂയ. കൂടെ നിൽക്കുന്നവർ പറയും, ആമേൻ, ഇനി ആമേൻ മുമ്പോട്ട് പോകാൻ സാധ്യമല്ല. ആമേൻ. പുറകോട്ട് നോക്കുമ്പോൾ ശത്രു താണ്ഡവമാടുകയാണ്. ഇന്ന് രാത്രി ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൂടെ ആയിരിക്കുന്ന ചില കുടുംബങ്ങളെ, ചില ജീവിതങ്ങളെ, ആമേൻ, ചില തലമുറകളെ പരിശുദ്ധാത്മാവ് കാണുന്നു. ഹല്ലേലൂയ. വിമർശിക്കുന്നവരെ അല്ല കേട്ടോ, ആമേൻ, വിശ്വസിക്കുന്നവരെയാ ദൈവം മാനിക്കുന്നത്, ദൈവം ഉയർത്തുന്നത്. ഹല്ലേലൂയ. നിന്റെ പരിമിതിയിൽ നിന്ന് നീ വിമർശിക്കാം, നിന്റെ അളവിനാൽ നീ അളക്കാം. ആമേൻ. നീ അളക്കുന്നതിനാൽ നിനക്ക് അളന്നു കിട്ടും, നീ വിധിക്കുന്നതിനാൽ നിനക്ക് വിധിയുണ്ടാകും. അതുകൊണ്ട് ആമേൻ ഇവിടെ മാർക്ക് നോക്കാനല്ല, ഇവിടെ വിധി കാണാനല്ല, ആ
ആകാശം മാറും, ഭൂമി മാറും. മാറാത്ത ദൈവത്തിന്റെ വചനം നശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാക്കളെ നിത്യതയിലേക്ക് നയിക്കുവാൻ, ആമേൻ, ലോകത്തിന്റെ അറ്റത്തോളം എത്തിക്കുവാൻ ആഹ്വാനം അതേ നൽകിയ കർത്താവിന്റെ വരവ് താമസിച്ചതുകൊണ്ട്, ഭൂമിയിൽ ആയുസ്സും ആരോഗ്യവും ദൈവം നൽകിയതുകൊണ്ട് ഇന്ന് രാത്രി ഈ സന്ദേശം ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ ഇത് കേൾക്കുവാൻ ദൈവം നിനക്ക് അവസരം തന്നിട്ടുണ്ടെങ്കിൽ, ആമേൻ, ദൈവ പൈതലേ, നീ ആയിരിക്കുന്ന പരിമിതിക്കകത്ത് നിന്ന് ദൈവം നിന്നെ ഉയർത്തുവാൻ ആഗ്രഹിക്കുകയാ. ആമേൻ. വിമർശിക്കുന്നവരെ അല്ല, ആമേൻ, മാനിക്കുന്നത്, ആമേൻ, അത് വിശ്വസിക്കുന്നവരെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. വിമർശനം എവിടെ ഉണ്ടായിട്ടുണ്ടോ അവിടെ വളർച്ച ഉണ്ടായിട്ടുണ്ട്. ഹല്ലേലൂയ, ആമേൻ. എവിടെ വിധിച്ചിട്ടുണ്ടോ അവിടെ ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ, കഴിഞ്ഞ രാത്രി നാം കേട്ടതുപോലെ അപവാദം പറയുന്നവർ അപവാദം പറഞ്ഞുകൊണ്ടിരിക്കും, വിമർശിക്കുന്നവർ വിമർശിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. നോക്ക്, ശത്രു സൈന്യം പിന്നിൽ. ഹല്ലേലൂയ. എവിടം വരെ പോകും? ഇവന്റെ പോക്ക് ഇവിടം കൊണ്ട് തീരും. ആമേൻ. ഇന്ന് രാത്രി ഈ ലൈവ് നടന്നുകൊണ്ടിരിക്കുമ്പോഴും അങ്ങനെ കുത്തിക്കുറിക്കുന്നവരെ കൊണ്ടെന്നേ. ഹല്ലേലൂയ, ആമേൻ. ഇവിടെ വഴിയില്ല, പക്ഷെ ദൈവം പറഞ്ഞു, ആമേൻ, നീ കൈ ഉയർത്തു. ആമേൻ. മനുഷ്യന് അവസാനമായെടുത്ത് ദൈവത്തിന്, ആമേൻ, തുടക്കമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് പ്രവർത്തിക്കുവാൻ, ആമേൻ, സമയമായെന്ന്. ഹല്ലേലൂയ, ആമേൻ. എന്താ? ആമേൻ, ശത്രു, ആമേൻ, കയ്യെത്തി പിടിക്കും, ഇപ്പം, ആമേൻ, തീരും, ആമേൻ എന്ന് ശത്രു ചിന്തിക്കുകയാ. കാരണം, ആമേൻ, അവർക്ക് ഇനി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല, ചെങ്കടല. പക്ഷേ ഹല്ലേലൂയ, ദൈവത്തിന്റെ തുടക്കം എന്തായിരുന്നെന്നറിയോ? ചെങ്കടലിൽ പാതയായി. ഹല്ലേലൂയ. നോക്കണേ, ആമേൻ, ശത്രു, ആമേൻ, അതേ ഇസ്രായേൽ ജനത്തെ പിന്തുടർന്ന് പിടിക്കുവാനായി, ആമേൻ, ഹല്ലേലൂയ, ഇപ്പൊ, ആമേൻ, തീരുമെന്ന് ചിന്തിച്ചു നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, ഇതാ ചെങ്കടലിൽ പാത. ഹല്ലേലൂയ. ശത്രുവിന്റെ മുമ്പിൽ ഇതാ വഴി തുറന്നു. ഹല്ലേലൂയ. വൈരിയുടെ മുമ്പിൽ ഇതാ വഴി തുറന്നു. ഇന്ന് രാത്രി ഇതുപോലെ ചിലരുടെ ജീവിതത്തിൽ ശത്രു, ആമേൻ, നിന്നെ പതിയിരുന്ന്, ആമേൻ, നിന്റെ തകർച്ച കാണുവാൻ നിന്നെ പിന്തുടർന്ന്, നിനക്ക് പോകുവാൻ കഴിയാത്ത നിലയിൽ ഇതാ ഒരു പരിമിതി, ചെങ്കടൽ പോലെ, ആമേൻ, നിന്റെ യാത്രയ്ക്ക് തടസ്സം, ആമേൻ, അപ്പുറത്ത് കടക്കുവാൻ നിനക്ക് കഴിയത്തില്ല. നിന്റെ ബുദ്ധി കൊണ്ടോ നിന്റെ ചിന്തകൾ കൊണ്ടോ കഴിയത്തില്ല. എന്നാൽ നിന്റെ ചിന്തക്കപ്പുറമായി, ആമേൻ, നിന്റെ അറിവിനപ്പുറമായി ഇന്ന് വരെ ആരും കടന്നിട്ടില്ലാത്ത ഒരു വഴി, ഒരു പാത സ്വർഗം, ആമേൻ, തന്റെ ജനത്തിന് ഓപ്പണാക്കി കൊടുത്തു. ആ ഓപ്പണിംഗ് ഉണ്ടല്ലോ, വഴിയുടെ മുമ്പിൽ ദൈവത്തിന്റെ പ്രവൃത്തിയായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് നീ, ആമേൻ, കുടുങ്ങിയതായി തോന്നുന്നെടുത്ത്, ഹല്ലേലൂയ, ഇന്ന് നീ അവസാനിച്ചിരിക്കുന്നുവെന്ന് പറയുന്നെടുത്ത്, ആമേൻ, ഇനി എനിക്ക് ഒരു ഗതിയും ഇല്ല എന്ന് പറയത്തക്ക വിധത്തിൽ സാഹചര്യങ്ങൾ നിനക്ക് വിപരീതമായിരിക്കുന്നിടത്ത് ദൈവം വഴി തുറക്കും. എത്ര പേര് ആമേൻ പറയും? ഹല്ലേലൂയ. കാരണം അവൻ കരുതുന്നവനാണ്, അവൻ കാക്കുന്നവനാണ്. ഹല്ലേലൂയ. സങ്കീർത്തനം, ഹല്ലേലൂയ, 121-3, 4 ഒന്ന് വായിക്കാം. വേഗത്തിൽ വായിച്ചാട്ടെ. സങ്കീർത്തനം, ആമേൻ, 121-3-4. ഹല്ലേലൂയ. നിന്റെ കാൽ വഴുതുവാൻ സമ്മതിക്കുകയില്ല. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല. നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ, ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതേ മൊബൈലിനകത്ത് റീചാർജ് ചെയ്ത് ഡാറ്റ വെറുതെ ചെലവഴിച്ച് സമയം പോക്കുന്നവരുണ്ട്, അല്ലേ? ഇന്ന് രാത്രി, ഹല്ലേലൂയ, ആമേൻ, വില കൊടുത്ത്, ആമേൻ, അതേ ദൈവ സന്നിധിയിൽ ആയിരിക്കുന്നവരോട് ഞാൻ പറയാം, ആമേൻ, തുറിച്ചു നോക്കുന്ന വൈരിയുടെ മുമ്പിൽ വഴി തുറക്കുന്നവനാണ്. ആമേൻ. ഇന്ന് ഈ ലൈവിനകത്ത് തുറിച്ചു നോക്കി, ആമേൻ, നിൽക്കുന്നവരുടെ മുമ്പിൽ, ഹല്ലേലൂയ, സ്വർഗം എന്ത് ചെയ്യാൻ പോവാ? വഴി തുറക്കാൻ പോവാ. ഇസ്രായേൽ ജനം, ആമേൻ, ചെങ്കടലിന്റെ മുമ്പിൽ സ്റ്റില്ലായിട്ട്, സ്റ്റക്കായിട്ട് മുമ്പോട്ട് പോകാൻ കഴിയാതെ നിൽക്കുകയാ. ആമേൻ, ആമേൻ. ഈ നിൽക്കുന്നത് നോക്കി, ആമേൻ,
അല്ലെ? ആമേൻ. ഒരിക്കല് അതെ ആ ഏലീശ ഒരാഗ്രഹം പറഞ്ഞപ്പോ കൊടുത്ത മറുപടി ഇങ്ങനെയാ, ആമേൻ, ഞാൻ എടുക്കപ്പെടുന്നത് നീ കാണുകയാണെങ്കിൽ നീ ചോദിച്ചത് നിനക്ക് ലഭിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഇതുപോലെയാ ആമേൻ. ഇന്ന് രാത്രി ലൈവ് നടക്കുമ്പോ ഈ ലൈവിനകത്ത് കയറി വന്നിട്ട് ആമേൻ എന്താണെന്ന് കാണാൻ പോകുന്നതെന്ന് വീക്ഷിക്കുന്നവരുടെ മുമ്പിൽ ദൈവം വഴി തുറക്കാൻ പോവാ. ഹല്ലേലൂയ. ആമേൻ. ഇസ്രായേൽ ജനം ആമേൻ ദൈവിക വാഗ്ദത്തം ആമേൻ കേട്ട് ഇറങ്ങിത്തിരിച്ചപ്പോ ഈ ഫറവോൻ അവരെ അനുഗമിച്ചത് അവരുടെ കൂടെ കൂടാനല്ല. ആമേൻ. ഫറവോന്റെ ഹൃദയം കഠിനമാകട്ടോ. ഇന്ന് രാത്രിയിലും കഠിന ഹൃദയമുള്ള ചിലര് അനുഗമിക്കുന്നുണ്ട്. അനുഗമിക്കുന്നവരോട് പറയാ, നീ കാണേ വാഗ്ദത്തം ആമേൻ കേട്ട് ആമേൻ അത് വിശ്വാസത്താൽ കാൽച്ചുവടുകൾ വെക്കുന്ന തന്റെ മക്കൾക്ക് വേണ്ടി അതേ ചെങ്കടലിൽ പാതയൊരുക്കിയ സ്വർഗത്തിലെ ദൈവം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ നിന്റെ കണ്ണിൽ ദൈവത്തിന്റെ പ്രവൃത്തി ആമേൻ വെളിപ്പെടുന്നത് കാണും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നിന്റെ കാവൽക്കാരൻ എന്ത് ചെയ്യില്ല? ഉറങ്ങുകയില്ല. സഭയെ ആമേൻ മനുഷ്യൻ വിട്ടുപോയാലും ബന്ധങ്ങൾ അകലെയായാലും കരുതുന്നവൻ കാക്കുന്നവൻ കരുണയായി കാവലായി നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ കൈവിടില്ല. ആമേൻ. അവൻ കൈപിടിച്ചു നടത്തും. ആമേൻ. എവിടെ വരെ? ആമേൻ. ഇതാ കുറച്ച് അപ്പുറം വരെയല്ല, ആ ചെങ്കടൽ വരെയല്ല. സ്തോത്രം. ആ ചെങ്കടൽ കടക്കുവാൻ. ഹല്ലേലൂയ. ചെങ്കടൽ വരെ ചിലരൊക്കെ ഉണ്ടാകും, അല്ലെ? കുഴിമാടം വരെ ആമേൻ പലരും ഉണ്ടാകും. ആമേൻ. കുഴിമാടത്തിനകത്ത് കൊണ്ടുവച്ചിട്ട് ആമേൻ എല്ലാവരും മടങ്ങിപ്പോകും. എന്നാൽ കാഹളം മുഴങ്ങുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ അക്ഷയരായി ഉയർക്കും. ആമേൻ. ഇന്ന് രാത്രി മരണം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നീ മൃത്യുവിന് ഇരയാകുന്നതിന് മുമ്പ്, നീ പുഴുവിന് ഇരയാകുന്നതിന് മുമ്പ് നിന്റെ നിത്യത നഷ്ടപ്പെടാതിരിക്കുവാൻ നിത്യജീവന്റെ മൊഴി നിന്റെ പക്കലുണ്ടെന്ന് പറഞ്ഞ പത്രോസിനെ പോലെ ഇന്ന് രാത്രി ആമേൻ അവനെ അനുഗമിക്കുവാൻ, ആ ദൈവിക വെളിപ്പാട് പ്രാപിക്കുവാൻ നിനക്ക് സാധിച്ചാൽ, ഹല്ലേലൂയ, ആ കാഹളം മുഴങ്ങുമ്പോൾ നീയും എടുക്കപ്പെടും. ഹല്ലേലൂയ. ആമേൻ. അവൻ കൈവിടില്ല കേട്ടോ. അവൻ കൈപിടിച്ചു നടത്തും. ആമേൻ. അന്ത്യം വരെ കരുണാമയൻ കരങ്ങളിൽ വഹിക്കും. അതുകൊണ്ട് കലങ്ങണ്ട കേട്ടോ. നിന്നെ കലക്കാൻ നോക്കുന്നവരുണ്ടാകും, നിന്നെ തകർക്കാൻ നോക്കുന്നവരുണ്ടാകും. ആമേൻ. നിന്നെ അനുഗമിച്ച് ആ ഹൃദയത്തെ കഠിനമാക്കി ആമേൻ ഇന്ന് നാളെ എന്ന് ഫറവോൻ പറഞ്ഞതുപോലെ ആമേൻ പറഞ്ഞ് നിന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നവരുണ്ടാകും. ആമേൻ. ചെങ്കടൽ കൊണ്ട് തീർന്നു കേട്ടോ. ഹല്ലേലൂയ. ആമേൻ. ചിലരൊക്കെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ആമേൻ. നീ കഠിനപ്പെടും തോറും ആമേൻ നിന്റെ നിത്യത നീയായിട്ട് നഷ്ടമാക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. എന്നെ തൊടുന്നവര് ആമേൻ. ഹല്ലേലൂയ. നിന്നെ തൊടുന്നവര് ആമേൻ ദൈവത്തിന്റെ കണ്ണിലെ കൃഷ്ണമണിയാ തൊടുന്നേ. ഹല്ലേലൂയ. ഫറവോൻ വിചാരിച്ചു ഫറവോന്റെ കുതിരയും രഥവും ആമേൻ ഓടി ആമേൻ ഈ ജനത്തെ പിടിച്ച് തകർക്കുമെന്ന്. ആമേൻ. അഹങ്കാരത്തിന്റെ ചിന്തയോടെ ഇസ്രായേൽ ജനത്തെ അനുഗമിച്ച ഫറവോനും ആമേൻ കുതിരയും സംഘവും ചെങ്കടലിൽ തീർന്നു കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. കലങ്ങിടേണ്ട, കരുണാമയവൻ കരങ്ങളിൽ വഹിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം 10-ാം വാക്യം. ഹല്ലേലൂയ. അവിടെ ആമേൻ പ്രവാചകൻ ആമേൻ ജനത്തോട് പറയുന്നത് ഇങ്ങനെയാണ്. ആമേൻ. ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭയപ്പെടേണ്ട. ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട. ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും. ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഹല്ലേലൂയ. കലങ്ങുന്ന ഹൃദയങ്ങളെ ദൈവം തന്റെ കരങ്ങളിൽ വഹിക്കുന്നു. ഹല്ലേലൂയ. നീ പിടിച്ചു നിൽക്കണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലർ പറയാറില്ലേ, ഞാൻ ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാ. ആമേൻ. ആ കമ്പനിക്കകത്ത് ഞാൻ ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാ. ആമേൻ. ഞാൻ ആ വീട്ടിലുണ്ടല്ലോ ഇങ്ങനെ പിടിച്ചു
പിടിച്ചു നിൽക്കുകയാ. അയ്യോ എൻ്റെ ആമേൻ, എൻ്റെ കഴിവിന്റെ അപ്പുറം ഞാൻ എന്ത് ചെയ്യാ? ആമേൻ, അല്ലെന്നേ. ആമേൻ, നീ പിടിച്ചു നിൽക്കേണ്ട, അവൻ നിന്നെ പിടിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാ. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. എന്റെ നീതിയുള്ള വലങ്കരത്തിൽ ഞാൻ നിന്നെ എന്ത് ചെയ്യും? ഹല്ലേലൂയ. ഇത് വിശ്വാസത്തിന്റെ രഹസ്യമാണ്. ഹല്ലേലൂയ. പരിമിതി പൊളിക്കപ്പെടുമ്പോൾ ഉയർച്ച തുടങ്ങും കേട്ടോ. അപ്പൊ നീ പരിമിതിക്കകത്ത്, സർക്കിളിനകത്ത് കിടന്ന് കറങ്ങരുത്. ഹല്ലേലൂയ. സങ്കീർത്തനം 75:6-7 വായിച്ചേ. ഹല്ലേലൂയ. സങ്കീർത്തനം 75:6-7. കിഴക്കു നിന്നല്ല, കിഴക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നല്ല, പടിഞ്ഞാറ് നിന്നല്ല, തെക്ക് നിന്നുമല്ല, തെക്ക് നിന്നുമല്ല ഉയർച്ച വരുന്നത്. ഉയർച്ച വരുന്നത്. ദൈവം ന്യായാധിപതിയാകുന്നു, ദൈവം ന്യായാധിപതിയാകുന്നു. അവൻ ഒരുത്തനെ താഴ്ത്തുകയും അവൻ ഒരുത്തനെ താഴ്ത്തുകയും മറ്റൊരുത്തനെ ഉയർത്തുകയും ചെയ്യുന്നു. മറ്റൊരുത്തനെ ഉയർത്തുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേൻ. കഴിഞ്ഞ ദിനങ്ങളിൽ നാം ആവർത്തിച്ച് കേട്ട ഒരു വേദഭാഗമാണ്. ഹല്ലേലൂയ. ആമേൻ. ഉയർച്ച വരുന്നത് എവിടെ നിന്നല്ല? കിഴക്ക് നിന്നല്ല. ആമേൻ. പടിഞ്ഞാറ് നിന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെ തെക്ക് നിന്നുമല്ല, തെക്ക് നിന്നുമല്ല. ഹല്ലേലൂയ. ആമേൻ. ആരോ ചോദിക്കുക വടക്കുന്നാണോ എന്ന്. ആമേൻ. കഴിഞ്ഞ ദിവസം ഭക്തനായ ഇയ്യോബ് ആമേൻ അതെ വടക്ക് പോയി നോക്കി. അവിടെ ആരെ കണ്ടില്ല? ദൈവത്തെ കണ്ടില്ല. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ കിഴക്കുന്നോ പടിഞ്ഞാറുന്നോ വടക്കുന്നോ തെക്കുന്നോ ഒന്നും അല്ല. പിന്നെ ഉയർച്ച വരുന്നത് എവിടുന്നാ? സർവശക്തനായ ദൈവത്തിൽ നിന്നാണ്. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ ആമേൻ എഴുതി, ആമേൻ പാടിയത്, ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്നും വരുന്നു. ഹല്ലേലൂയ. അപ്പോ ദൈവം നിന്റെ പരിമിതിയെ ഹല്ലേലൂയ നിന്റെ സാക്ഷിയാക്കി മാറ്റും. ആമേൻ. ദൈവം നിന്റെ പരിമിതിയെ സാക്ഷ്യമാക്കി മാറ്റും. ഒരാമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആമേൻ. അതെ, നീ താഴ്ന്നതായി തോന്നുന്നിടത്ത് ഹല്ലേലൂയ ആമേൻ നിന്നെ അവൻ ഉയർത്തും. ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, ആമേൻ. ഇന്നത്തെ തലമുറയുടെ വലിയ പോരാട്ടം എന്താണെന്നറിയോ? പ്രൈസ് ദി ലോർഡ്. പരിമിതിയോടുള്ള യുദ്ധമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ തലമുറ ആമേൻ ആമേൻ എനിക്ക് ഇത്രയേ പഠിക്കാൻ കഴിഞ്ഞുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എന്നെ കൊണ്ട് ഇത്രയേ പഠിക്കാൻ പറ്റത്തുള്ളൂ. ഇന്നത്തെ തലമുറ ആമേൻ സ്വയം പറഞ്ഞ് പരിമിതി സൃഷ്ടിച്ച് അതിനകത്ത് കഴിഞ്ഞുകൂടുകയാണ്. എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റത്തുള്ളെന്ന്. ഹല്ലേലൂയ. ആമേൻ. ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോന്റെ കാലഘട്ടത്തിൽ ആമേൻ ഞാൻ സമ്പന്നനായിട്ട് അഹങ്കരിക്കാതിരിക്കാനും ഞാൻ ദരിദ്രനായിട്ട് മോഷ്ടിക്കാതിരിക്കാനും ഈ ജനത്തെ ജ്ഞാനത്തോടെ നടത്താനും അവൻ ന്യായമായി ദൈവത്തോട് ചോദിച്ചപ്പോ അവൻ ചോദിച്ചതിലധികം ജ്ഞാനവും അവൻ ചോദിച്ചതിൽ അധികം നന്മകളും ദൈവം കൊടുത്തു എന്നാ വചനം പറയുന്നത്. ആമേൻ. പുതിയ നിയമത്തിൽ സഭയോടെ യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാ: നിങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ സകലതും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് സംശയിക്കാതെ യാചിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി തലമുറയോട് ഞാൻ പറയാം, നിങ്ങളുടെ പരിമിതിയെ നിങ്ങൾ സൃഷ്ടിച്ച് അതിനകത്ത് നിങ്ങളുടെ ലൈഫ് ആമേൻ നിങ്ങളുടെ ജീവിതം ആമേൻ അടിയറവ് വെച്ച് അത് നശിപ്പിക്കാൻ പോകരുത്. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ പരിമിതിയെ ആമേൻ പൊളിക്കാൻ, നിങ്ങളുടെ പരിമിതിയെ പൊട്ടിക്കുവാൻ ആമേൻ സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. കൃപയാൽ ഇന്ന് രാത്രി അവനെ അറിഞ്ഞ് ജീവിക്കുന്ന തലമുറയോട് ഞാൻ പറയാം, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു നല്ല ദൈവം കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് ഇനി പറയരുത് എനിക്ക് ഇത്രയേ പഠിക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. എനിക്ക് ഇത്രയേ പഠിക്കാൻ കഴിഞ്ഞുള്ളൂ എന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ.
ആമേൻ. എന്റെ കുടുംബ പശ്ചാത്തലം ഇതാണ്. ചിലര് പറയാ, ഇന്ന് രാത്രിയിലും ഇരുന്ന് പറയാ, എന്റെ കുടുംബത്തിന്റെ പശ്ചാത്തലം ഇങ്ങനെ ആയതുകൊണ്ടാ. അച്ഛൻ വിദ്യാഭ്യാസമില്ലാത്തവൻ, അമ്മ വിദ്യാഭ്യാസമില്ലാത്തവൻ, ആമേൻ ആമേൻ, നല്ല വീടില്ല, നല്ല ഒരു നല്ല സ്റ്റഡി ടേബിൾ ഇല്ല, നല്ല ഒരു ഇലക്ട്രിസിറ്റി ബൾബില്ല. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. തോമസ് ആൽവ എഡിസൺ, ആമേൻ, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഒരു ആമേൻ ഫിലമെന്റ് കണ്ടുപിടിച്ചിട്ടില്ല കേട്ടോ. അന്നത്തെ തലമുറ ആമേൻ ആ സർക്കിളിനകത്ത് ഒതുങ്ങിക്കഴിയാതെ ആമേൻ ഇരുള് ആയിരിക്കുന്ന ആ സാഹചര്യത്തെ പ്രകാശിപ്പിക്കുവാൻ കഴിയുന്ന ആമേൻ വെളിച്ചത്തെ സൃഷ്ടിക്കുവാൻ, അല്ലെങ്കിൽ ആമേൻ ആ വെളിച്ചമാകുന്ന ഫിലമെന്റിനെ ഉണ്ടാക്കുവാൻ അപ്പന് കഴിവില്ല, പണമില്ല, പഠിപ്പില്ല എന്ന് പറഞ്ഞു ഒതുങ്ങുന്ന തലമുറയായിരുന്നില്ല. പക്ഷെ ഇന്നത്തെ തലമുറ ആമേൻ പരാതി പറഞ്ഞ് ആമേൻ സർക്കിള് വരച്ച് സർക്കിൾ ഉണ്ടാക്കി. അപ്പന് കഴിവില്ല, അമ്മയ്ക്ക് കഴിവില്ല, ആമേൻ പണമില്ല, ആമേൻ. പിന്നെ ചിലര് പറയാ, അപ്പന് സൗന്ദര്യമില്ല, അമ്മയ്ക്ക് സൗന്ദര്യമില്ല, ഗ്ലാമർ ഇല്ല. നോക്കിക്കേ, പരിമിതി പരിമിതി പരിമിതി. ഹല്ലേലൂയ. എനിക്ക് ഇത്രയേ പഠിക്കാൻ കഴിഞ്ഞുള്ളൂ. ഹല്ലേലൂയ, ആമേൻ. എന്റെ കുടുംബ പശ്ചാത്തലം ഇതാണ്. ഹല്ലേലൂയ, ആമേൻ. ഈ കാലത്ത് സത്യസന്ധമായി ജീവിക്കാൻ പറ്റില്ല. സ്തോത്രം. ഇന്നത്തെ തലമുറ പറയുന്നത്, ഹല്ലേലൂയ. തലമുറ മാത്രമല്ല കേട്ടോ, ആമേൻ. ചില നേതാക്കന്മാരും ചില അണികളും ആമേൻ ഒക്കെ പറയുന്നതാ. ഹല്ലേലൂയ, ആമേൻ. സാഹചര്യങ്ങൾ സൃഷ്ടിച്ച ആമേൻ ചിന്തകളാണ്. ആമേൻ. ഹൃദയത്തിനകത്ത് ഉൾത്തിരിഞ്ഞു വരുന്ന ചിന്തകളാണ്, അല്ലെ? സാഹചര്യങ്ങൾ സൃഷ്ടിച്ച ചിന്തകളാണ് ഇതൊക്കെ. ഹല്ലേലൂയ. എന്നാൽ വചനം എന്താ പറയുന്നേ? ഹല്ലേലൂയ. ഉയർച്ച മനുഷ്യൻ തീരുമാനിക്കുന്ന കാര്യമല്ല. പ്രൈസ് ദി ലോർഡ്. ഉയർച്ച ദൈവത്തിന്റെ കയ്യിലുള്ള കാര്യമാണ്. ആമേൻ. ഇന്ന് നീ പരിമിതിയിലാണെങ്കിൽ അതിന്റെ അർത്ഥം നീ അവിടെയോ അവസാനിക്കൂ എന്നല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെയാണ് ദൈവം പ്രവർത്തനം തുടങ്ങുന്നത്. ഹല്ലേലൂയ, ആമേൻ. അതേ പരിമിതി മനുഷ്യന്റെ ആമേൻ അവസാനമല്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിന് പ്രവർത്തിക്കുവാനുള്ള അവസരമാണ്. ഹല്ലേലൂയ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം. ഹല്ലേലൂയ. വളരെ ശ്രദ്ധയോടെ ഇന്ന് രാത്രിയിൽ ആയിരിക്കുന്നവരോട് ഞാൻ പറയാം, ആമേൻ. ചില പരിമിതികൾ ആണ് എന്ന് ഇതിനോടകം, അയ്യോ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല, എന്നെ പഠിപ്പിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല, ആമേൻ, എന്റെ കുടുംബത്തിലെ പ്രാരാബ്ദം കൊണ്ട്, എന്റെ ചേച്ചിയുടെ മക്കളെ നോക്കിയത് കൊണ്ട്, എന്റെ കുടുംബത്തില് എന്റെ അപ്പൻ രോഗിയായതുകൊണ്ട്, എന്റെ അമ്മ അങ്ങനായതുകൊണ്ട്, അല്ല എന്റെ അപ്പൻ അതെ നമ്മ ചെറുപ്പത്തിലെ മരിച്ചു പോയത് കൊണ്ട്, അല്ല എന്റെ അമ്മ എന്നെ ഉപേക്ഷിച്ചത് പോയത് കൊണ്ട് എനിക്ക് ഇവിടെ വരെയൊക്കെ എത്താനേ പറ്റിയുള്ളെന്ന്. കുഞ്ഞേ, ആമേൻ, ഇവിടെ വരെ അല്ല, ആമേൻ, ഇവിടെ ഈ ദൈവത്തെ അറിയുവാൻ നിനക്ക് കൃപ ലഭിച്ചെങ്കിൽ നോക്കിക്കേ, ഫറവോന്റെ ആ പരിമിതിക്കകത്ത് ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള കഷ്ടതയുടെ ആധിക്യത്തിൽ അവർ നിലവിളിച്ചപ്പോൾ അവരുടെ നിലവിളി കേട്ട്, അവരുടെ സങ്കടങ്ങളെ അറിഞ്ഞ്, അവരുടെ കഷ്ടതകളെ കണ്ട് ഇറങ്ങി വന്ന് പാലും തേനും ഒഴുകുന്ന കനാൻ നാട്ടിലേക്ക് വാഗ്ദത്തം കൊടുത്ത് അയച്ച ഇസ്രായേൽ ജനത്തെ ആരാധിക്കാൻ വിടാതെ അവരെ പിന്തുടർന്ന് ആമേൻ തകർക്കാൻ നോക്കിയ ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ ആമേൻ അതേ ആമേൻ ഹല്ലേലൂയ ആമേൻ എത്തിച്ച് ദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തിയത്. ആമേൻ. ആകാശം മാറിയാലും ആമേൻ ഭൂമി മാറിയാലും മാറാത്ത വചനം തെളിവായി നിൽക്കുന്നെങ്കിൽ ഇന്ന് രാത്രി വിശ്വാസത്തോടെ കാൽച്ചുവടുകൾ വെക്കുന്ന നിന്നെ നോക്കി ആത്മാവിൽ ഇന്ന് രാത്രി ഞാൻ പറയുക, നിന്നെ തകർക്കാൻ പിന്തുടരുന്ന ഒരു ശക്തിക്കും കഴിയത്തില്ല. നിന്നെ കുറിച്ചുള്ള ദൈവിക ആമേൻ പ്ലാനും പദ്ധതിയും തടയുവാൻ പാതാളത്തിൽ നിന്ന് ഉയരുന്ന ഒരു ഗോപുരത്തിനും കഴിയത്തില്ല. കാരണം സഭയുടെ നാഥൻ പറയുക, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ആ സഭയുടെ അംഗമായിരിക്കുന്ന ദൈവജനത്തോട് ആത്മാവിൽ അഭിഷക്തൻ അതേ പറയുക. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതേ 12-ാം അധ്യായം 9-ാം വാക്യം.
വായിച്ചാട്ടെ. അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. നോക്കണേ, ആമേൻ ആമേൻ. എല്ലാമുള്ളവൻ ഒന്നുമില്ലാത്തവനെ പോലെ ആമേൻ ഈ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗവാക്കാകുവാൻ ആമേൻ ഇടയായി തീർന്നപ്പോൾ, അതിനുവേണ്ടി സമർപ്പിക്കപ്പെട്ടപ്പോൾ അവനെ പിന്തുടരുന്ന വിടാതെ കണ്ട് ആമേൻ അവനെ തകർക്കുവാൻ ആമേൻ അവന്റെ കൂടെ കൂടിയിരിക്കുന്ന ചില സാഹചര്യങ്ങളുടെ മുമ്പിൽ ആമേൻ അവൻ പതറുമെന്ന് കണ്ടപ്പോൾ, അവൻ തളരുമെന്ന് കണ്ടപ്പോൾ ആമേൻ പരിശുദ്ധാത്മാവ് പറയുകയാണ്, എന്റെ കൃപ നിനക്ക് മതി. ഹല്ലേലൂയ. പലവട്ടം പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്റെ കൃപ നിനക്ക് മതി. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹയോട് ആമേൻ വിളിച്ചവൻ പറയുകയാണ്, എന്റെ കൃപ നിനക്ക് മതി. കൃപയുണ്ടെങ്കിലുണ്ടല്ലോ ആമേൻ ഇന്ന് ആമേൻ നിന്റെ പരിമിതി പൊട്ടും. ഹല്ലേലൂയ ഹല്ലേലൂയ. അതുകൊണ്ട് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ സഭയ്ക്കകത്തിരിക്കുന്നവരോട് പറയുകയാണ്, എന്റെ കൃപ നിനക്ക് മതി. ആമേൻ. അത് ബലഹീനതയിൽ ഹല്ലേലൂയ എന്റെ ശക്തി പൂർണ്ണത പ്രാപിക്കുന്നു. ഹല്ലേലൂയ. സഭയിൽ മനുഷ്യൻ ആമേൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞെടുത്ത് ഹല്ലേലൂയ ദൈവം ഇപ്പോൾ ഞാൻ പ്രവർത്തിക്കും എന്ന് പറയുന്നു. ഹല്ലേലൂയ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് തന്റെ ബലഹീനത മറച്ചില്ല, തന്റെ പരിമിതി നിഷേധിച്ചില്ല. പക്ഷേ അവനത് ദൈവത്തിന് മുമ്പിൽ വെച്ചു. ഇന്ന് രാത്രി പരിമിതികളെ നീ മറയ്ക്കാതെ, ബലഹീനതകളെ നീ മറയ്ക്കാതെ, പരിമിതികളെ നിഷേധിക്കാതെ ദൈവത്തിന് മുമ്പിൽ വെക്കുവാൻ ആമേൻ നീ തയ്യാറാണെങ്കിൽ, ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ദൈവം പരിമിതി എടുത്തു മാറ്റിയില്ല, പക്ഷേ അതിനകത്ത് ആമേൻ ശക്തി വെളിപ്പെടുത്തി. ആമേൻ. ഈ തലമുറ കേൾക്കേണ്ട സത്യം, ആമേൻ, ദൈവം നിന്നെ ഉപയോഗിക്കുന്നത് നിന്റെ പൂർണ്ണത കണ്ടല്ല, പ്രൈസ് ദി ലോർഡ്, നിന്റെ ആശ്രയത്തിലൂടെയാണ്. ആമേൻ. നീ ആരെയാണ് ആമേൻ ആശ്രയിക്കുന്നത്? ഹല്ലേലൂയ. ആമേൻ. ദൈവം ഉയർത്തുന്നത് ആമേൻ എപ്പോഴാണെന്നറിയാമോ? ശരിയായ സമയത്താണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിനൊരു സമയമുണ്ട്. ഹല്ലേലൂയ. അത് നിന്നോടുള്ള ബന്ധത്തിൽ ശരിയായ സമയമാണ്. ഹല്ലേലൂയ. അതെപ്പോഴാണെന്ന് ആമേൻ വചനത്തിലൂടെ ആമേൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുകയാണ്. പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം. ഹല്ലേലൂയ. വേഗത്തിൽ വായിച്ചാൽ. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈ കീഴെ താണിരിപ്പി. ആമേൻ. ഹല്ലേലൂയ. ഒന്നും കൂടെ വായിക്കാം. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ആമേൻ നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈ കീഴെ താണിരിപ്പി. ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പി. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തിയുള്ള കൈക്കീഴിൽ. ഹല്ലേലൂയ. അപ്പൊ തക്ക സമയം എന്ന് പറയുന്നത് എപ്പോഴാണ് വെളിപ്പെടുന്നത്? ഒന്നുകൂടെ വായിച്ചേ. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ. തക്ക സമയത്ത് അപ്പൊ നിന്നോടുള്ള ദൈവത്തിന്റെ സമയം ആമേൻ വെളിപ്പെടുമ്പോൾ ആമേൻ ആ പരിമിതിക്കകത്ത് നിന്ന് അവൻ നിന്നെ ഉയർത്തേണ്ടതിന് നീ താണിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ നിന്നോടുള്ള ദൈവത്തിന്റെ സമയം മാറിപ്പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഹല്ലേലൂയ. ഞാൻ പറയല്ല. ആമേൻ. പരിമിതി പൊട്ടണോ? ഉയർച്ച പ്രാപിക്കണോ? സ്തോത്രം. നിന്നോടുള്ള ബന്ധത്തിൽ ദൈവം വെച്ചിരിക്കുന്ന സമയത്ത് നീ ഉയർച്ച പ്രാപിക്കണമെങ്കിൽ അവന്റെ ബലമുള്ള കൈക്കീഴിൽ നീ താണിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തിയുള്ള കൈക്ക് കീഴടങ്ങുവിൻ. സമയമാകുമ്പോൾ അവൻ നിങ്ങളെ ഉയർത്തും. ആമേൻ. ഒരാമേൻ പറയാമോ?
ഹല്ലേലൂയ. ആമേൻ. സമയം എന്ന വാക്ക് വചനത്തിൽ വെറുതെ പറയല്ല കേട്ടോ, വെറുതെ അല്ല കേട്ടോ. സഭ ശ്രദ്ധിച്ചേ, പെട്ടെന്ന് ഉയർച്ച പലർക്കും നാശമായിട്ടുണ്ട് അല്ലേ? ഇന്ന് ലോകത്തില് നമുക്ക് കാണുവാൻ കഴിയും. ആമേൻ. വളരെ വേഗത്തിൽ ഫാസ്റ്റായി പലതും വെട്ടിപ്പിടിച്ച് ആമേൻ ഉലകത്തിൽ വലുതാകാനായിട്ട് ശ്രമിച്ചവരെല്ലാം വേഗത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? തകർന്നു പോയിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. പെട്ടെന്ന് ഉള്ള ഉയർച്ച പലർക്കും എന്തായിട്ടുണ്ട്? നാശമായിട്ടുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് കാത്തിരിപ്പിലൂടെ വന്ന ഉയർച്ച നിലനിൽക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. നാളുകളായി ആമേൻ കാത്തിരിക്കുന്ന ചിലര് ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ബൈബിളിൽ ചില വ്യക്തികളെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദാവീദ് എന്ന് പറയുന്ന ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യൻ. ഹല്ലേലൂയ. ആമേൻ. ബാലനായിരിക്കുമ്പോൾ ഹല്ലേലൂയ ആമേൻ അഭിഷേകം. ആമേൻ. എന്നാൽ ആമേൻ രാജാവാകാനായിട്ട് ഹല്ലേലൂയ ഒരുപാട് കാലം എന്ത് ചെയ്യേണ്ടി വന്നു? കാത്തിരിക്കേണ്ടി വന്നു. രാജാവായപ്പോൾ ഏറെ കാലം കഴിഞ്ഞു. സ്തോത്രം. ആമേൻ. ബാലനായിരിക്കുന്ന സമയത്താണ് അവൻ അഭിഷേകം എന്ത് ചെയ്തത്? ലഭിച്ചത്. ഹല്ലേലൂയ. ആമേൻ. അവൻ കാട്ടിലായിരിക്കുന്ന സമയത്ത് അവന്റെ വീട്ടിലേക്ക് വന്ന് ആമേൻ ആ ദൈവ മനുഷ്യൻ തന്റെ ആ സഹോദരങ്ങളെയും തന്റെ അപ്പനെയും ഒക്കെ കണ്ടിട്ട് പറഞ്ഞു, ഇവരെ ആരെയും കണ്ടിട്ടില്ല, ഇനി ആരെങ്കിലും ഉണ്ടോ? ഒരുത്തനുണ്ട്. അവൻ ആമേൻ അത് കാട്ടില. അവൻ ആടുകളെ മേയ്ക്കുക, വിളിക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ആമേൻ ചെറുപ്പത്തിൽ വിളിച്ച് അവന്റെ തലയില് ആ തൈലാഭിഷേകമൊക്കെ ഒഴിച്ച് ആമേൻ അവൻ ഒരുപാട് കാലം എന്ത് ചെയ്യേണ്ടി വന്നു? കാത്തിരിക്കേണ്ടി വന്നു. ബാലനായിരിക്കുമ്പോൾ അഭിഷേകം എന്ത് ചെയ്തു? എന്നാൽ രാജാവാകാനായിട്ട് ഏറെ കാലം എന്ത് ചെയ്യേണ്ടി വന്നു? വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഹല്ലേലൂയ. എന്നാൽ ഇതിന്റെ ഇടയിൽ ആമേൻ ഗുഹയുണ്ടായിരുന്നു കേട്ടോ. സ്തോത്രം. എല്ലാവർക്കും വേഗം എന്ത് ചെയ്യണം? ഉയർച്ച പ്രാപിക്കണമെന്ന. എന്നാൽ ദാവീദിന്റെ ജീവിതം നാം ഒന്ന് ആമേൻ ആഴമായി പഠിക്കാൻ നോക്കിയാൽ ആമേൻ അഭിഷേകം വീണ് കഴിഞ്ഞപ്പോ ആമേൻ അവന് സിംഹാസനത്തിലേക്കല്ല പോയത്. ആമേൻ യോസേഫിന്റെ ജീവിതം നോക്കിയാൽ ആമേൻ സ്വപ്നം അവന് കിട്ടിക്കഴിഞ്ഞപ്പോ ആമേൻ അവൻ മന്ത്രി കസേരയിലേക്കല്ല പോയത്. ആമേൻ അവൻ പൊട്ടക്കിണറ്റിലേക്ക്. ഇവിടെ ദാവീദ് അഭിഷേകം വീണ് കഴിഞ്ഞപ്പോൾ ആമേൻ അവനെ ഗുഹയ്ക്കകത്തേക്ക് ഇട്ട്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും അവനെ ഒറ്റപ്പെടുത്തി. ഹല്ലേലൂയ. അവനെ അപമാനിച്ചു. ഇന്ന് രാത്രി അഭിഷേകമുള്ള നിന്നെ ഒറ്റപ്പെടുത്തിയേക്കാം. ഹല്ലേലൂയ. നിന്നെ അപമാനിച്ചേക്കാം. ഹല്ലേലൂയ. ആമേൻ. ഗുഹയ്ക്കകത്തിട്ടേക്കാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അത് ഗുഹ നിന്റെ പരിമിതിയാ. ആമേൻ. ആ പരിമിതിയെ പൊട്ടിക്കുന്ന ഒരു അഭിഷേകമാണ് നിന്റെ മേൽ വീണിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഒറ്റപ്പെടൽ എന്ന പരിമിതിക്കകത്ത് നിന്ന് ആമേൻ രാജകീയ സിംഹാസനത്തിൽ ഇരുന്ന് ഒരു രാജ്യത്തെ ഭരിക്കുന്ന ഒരു രാജകീയ അഭിഷേകമാണ് നിന്റെ മേൽ വീണിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് നീ ആമേൻ അപമാനിക്കപ്പെടുന്നെങ്കിൽ ആമേൻ നിന്റെ മേൽ വീണിരിക്കുന്ന അഭിഷേകം ഒരു മാന്യതയുടെ അഭിഷേകമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ കാലഘട്ടം അവന്റെ സ്വഭാവം നിർമ്മിക്കാൻ ആയിരുന്നു. പ്രിയരെ, ബാലനായിരിക്കുന്നവൻ ഒരു നാടിനെ ഭരിക്കാൻ ആമേൻ ക്വാളിറ്റി ഉള്ളവനായി കയറി വരുവാൻ ആമേൻ അവൻ ഗുഹയ്ക്കകത്ത് അല്ലേ? സ്തോത്രം. ആമേൻ. ജയിലില് കുറച്ചു കാലം ജയിലില്. സ്തോത്രം. അല്ലേ? കാരാഗ്രഹത്തിൽ നല്ലൊരു നേതാവായി, നല്ലൊരു ഭരണകർത്താവായി, ആമേൻ നല്ലൊരു ആമേൻ ന്യായാധിപതിയായി ഹല്ലേലൂയ ഉയർന്നു വരുന്നതിന്റെ പിന്നിൽ ആമേൻ നോക്കിക്കേ, ഗുഹ, ഒറ്റപ്പെടൽ, അപമാനം. ആമേൻ. ഇന്ന് രാത്രി അപമാനം സഹിക്കുന്നവരുണ്ടോ? ഒറ്റപ്പെടുന്നവരുണ്ടോ? ആമേൻ. ഗുഹയ്ക്കകത്ത് അകപ്പെട്ട പോലുള്ള അനുഭവങ്ങളുണ്ടോ? ഹല്ലേലൂയ. ആ കാലഘട്ടം അവന്റെ സ്വഭാവം ആമേൻ നിർമ്മിക്കാൻ ആയിരുന്നു. ഹല്ലേലൂയ. ഇന്ന് നീ കാത്തിരിപ്പിലാണെങ്കിൽ ആമേൻ നീ ആമേൻ ശിക്ഷയിൽ അല്ല. ചിലർ നിന്നെ നോക്കി പറയുന്നു ഇത് ശിക്ഷയാണ്. അല്ലെന്ന്. ഹല്ലേലൂയ. ആമേൻ.
നീ തയ്യാറെടുപ്പിലാണ്. Praise the Lord. പരിമിതി പൊളിയുന്നത് എവിടാന്നറിയോ? ഉള്ളിലാണ്. നിന്റെ ചിന്താഗതിക്കകത്ത ആമേൻ മാറ്റം വരേണ്ടത്. ഹല്ലേലൂയ. പലപ്പോഴും പരിമിതി പുറത്തല്ല, ഉള്ളിലാണ്. റോമാലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം ഒന്ന് വായിച്ചേ. ഹല്ലേലൂയ. Thank you, Jesus. റോമാലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ഹല്ലേലൂയ. ഈ ലോകത്തിനൊത്തുകളയാതെ മനസ്സിന്റെ പുതുക്കലാൽ മാറ്റം പ്രാപിപ്പി. സ്തോത്രം. ഈ ലോകക്കാര് ചിന്തിക്കുന്നത് പോലെ, ഹല്ലേലൂയ, ഈ ലോകക്കാര് നിരൂപിക്കുന്നത് പോലെ ആമേൻ കിഴക്കുന്നായിരിക്കും എന്ത് ചെയ്യുന്നത്? ഉയർച്ച വരുന്നത്. ആമേൻ പടിഞ്ഞാറുന്നായിരിക്കും ഉയർച്ച വരുന്നത്. ഹല്ലേലൂയ. ആമേൻ കിഴക്കു വടക്ക് തെക്കു അല്ലേ? തെക്കും നോക്കി വടക്കും നോക്കി കിഴക്കും നോക്കി പടിഞ്ഞാറും നോക്കി ആമേൻ നടക്കുന്നവരെ പോലെ അവരിൽ ഒരാളെ പോലാകാതെ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവകൃപയിലായിരിക്കുന്ന ഒരു ദൈവ പൈതലിനെ ഉയർത്തുന്നത് ആരാണ്? ദൈവമാണ്. പത്രോസ് അപ്പോസ്തലൻ ആമേൻ സഭയ്ക്ക് ലേഖനം എഴുതി ആമേൻ പറഞ്ഞു, ദൈവത്തിന് ഒരു സമയമുണ്ട് നിന്നെ ഉയർത്താൻ. ഹല്ലേലൂയ. ആ സമയം നീ ആയിട്ട് തട്ടി മാറ്റരുത്. ആമേൻ. നീ അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരുന്നാൽ ആമേൻ തക്ക സമയത്ത് അവൻ നിന്നെ ഉയർത്തും. ഹല്ലേലൂയ. എനിക്ക് ഒത്തിരി ജീവിത അനുഭവങ്ങൾ പറയുവാനുണ്ട്. ആമേൻ. ഒരു സൈക്കിൾ ഇല്ലായിരുന്നു കേട്ടോ. ആമേൻ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ആമേൻ. ഒരു സൈക്കിളിന് വേണ്ടി ആമേൻ ഒരു ഫോം ഫില്ലപ്പ് ചെയ്ത് അയക്കാൻ പറഞ്ഞു. ആമേൻ. ഞാൻ വളരെ ആകാംക്ഷയോടുകൂടെ ആമേൻ ആ ഫോം വാങ്ങി ഫില്ലപ്പ് ചെയ്ത് അയച്ചു. ആമേൻ. എന്നിട്ട് കാത്തിരിക്കുക, സൈക്കിൾ ഇപ്പൊ വരും. വന്നില്ല. കുറെ കാലം കഴിഞ്ഞപ്പോ പറഞ്ഞു, ആമേൻ, ആകെ 10 സൈക്കിളായിരുന്നു, 1000 ഫോം വന്നു. ആർക്കാ കൊടുക്കുക? 10 പേർക്കല്ലേ കൊടുക്കുകയുള്ളൂ. സ്തോത്രം. ഇപ്പൊ മനുഷ്യൻ കൊടുക്കുമ്പോ ഇങ്ങനെയാ. ആമേൻ. 10 സൈക്കിള് കൊടുക്കാൻ വേണ്ടി 1000 ഫോം ഫില്ലപ്പ് ചെയ്ത് മേടിക്കേണ്ട കാര്യമുണ്ടോ? 10 സൈക്കിളേ ഉള്ളൂ. 10 ഫോം ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫോം തീർന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ആകാംക്ഷയോടെ ഇതാ മനുഷ്യൻ. 10 പേർക്ക് കൊടുക്കേണ്ട സൈക്കിളിന് 1000 പേരുടെ ഫോം എന്ത് ചെയ്തു? ഹല്ലേലൂയ. ലോകം ഇങ്ങനെയാ. ഇനി ഒരവസരം വരുമ്പോ ആമേൻ ബാക്കി എത്ര പേർക്ക്? 990 പേർക്ക് ആമേൻ കിട്ടുമായിരിക്കുമല്ലേ? അപ്പോഴും 10. സ്തോത്രം. എന്നെ അടുത്ത സ്നേഹിക്കുന്ന ഒരു സ്നേഹിതൻ പറഞ്ഞു, അടുത്ത വർഷം 1 വർഷം കിട്ടുമായിരിക്കും. കിട്ടിയില്ല. ഒന്നും കൂടെ കൊടുത്താലോ? ഇനി ഒരിക്കലും കൊടുക്കുന്നില്ല. സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ആമേൻ, ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ഫോമും കൊടുത്തില്ല. ആമേൻ. കേരളത്തില് ഏറിയ കാലം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഉപയോഗിച്ച ഒരു സൈക്കിള് കേരളത്തിൽ വെച്ചിട്ട് വടക്കേ ഇന്ത്യക്ക് കർത്താവിന്റെ വേല ചെയ്യാൻ വേണ്ടി പോയ ഒരു ദൈവദാസൻ ആമേൻ ഒരു ദിവസം ആമേൻ നാട്ടിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ആമേൻ, ഇങ്ങനെ ഒരു ദൈവദാസൻ ഇന്നെടുത്ത് ആമേൻ നടന്ന് കർത്താവിന്റെ വേല ചെയ്തതായിട്ട് അറിയുന്നു. അതുകൊണ്ട് ആ സൈക്കിള് അദ്ദേഹത്തിന് കൊടുക്കണം. ഹല്ലേലൂയ. സ്തോത്രം. പ്രിയമുള്ള ദൈവമക്കളെ,
ആമേൻ ഫോം ഒന്നും ഫില്ലപ്പ് ചെയ്തില്ല. ഒരു ദിവസം ഒരു ഹോളിനകത്ത് ഉപവാസ പ്രാർത്ഥന നടക്കുകയാ. ആമേൻ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് ആമേൻ ഉച്ചയ്ക്ക് ആമേൻ അല്പസമയം വിശ്രമിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് ആമേൻ കൂടെയുള്ളവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയപ്പോ ഞാൻ ആ ചർച്ചിനകത്ത് ആമേൻ ഒരു ചെയറിൽ ഇങ്ങനെ ഇരിക്കുകയാ, റോഡിലേക്ക് നോക്കി. അപ്പോ ആ ചർച്ചിലെ ശുശ്രൂഷകന്റെ ആമേൻ ആ സഹധർമ്മണി എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, പാസ്റ്റർ എപ്പോഴെങ്കിലും ആരോടെങ്കിലും ഒരു സൈക്കിളിന് വേണ്ടി ചോദിച്ചിട്ടുണ്ടോ? അപ്പൊ എനിക്ക് ചിരി വന്നു. കാരണം ഒരിക്കലല്ല, ആമേൻ 2 തവണ ആമേൻ ഫോം ഫില്ലപ്പ് ചെയ്തത് ഓർമ്മ വന്നു. ആമേൻ ഞാൻ ചിരിച്ചോണ്ട് ഇച്ചിരി ഗൗരവത്തോടും കൂടെ ചോദിച്ചു, എന്താ ഇനി അടുത്ത ഫോമും കൊണ്ട് വരാനാണോ? അല്ല, ആമേൻ പാസ്റ്റർ എന്തെങ്കിലും ഒരു സൈക്കിളിന് വേണ്ടിയിട്ട് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ആമേൻ 1 പ്രാവശ്യമല്ല 2 പ്രാവശ്യം ആമേൻ ഫോം എഴുതി അയച്ചു, കിട്ടിയില്ല. അപ്പോ ആ സഹോദരി എന്നോട് പറഞ്ഞു, ആമേൻ ദൈവദാസന് നോക്കിക്കോ, ദൈവദാസന് ഇപ്പോ ഒരു സൈക്കിള് വരും. സ്തോത്രം. അയ്യോ, ഞാൻ നോക്കിയിരിക്കുകയാ സൈക്കിൾ വരുന്നത് കാണാൻ. ഒരു വലിയ ലോറിക്കകത്ത് ആമേൻ ഒരു സൈക്കിള്, ഒരു വലിയ ലോറിക്കകത്ത്. എന്താണെന്നറിയോ? ആമേൻ ആ നാട്ടിലെ പാലും വണ്ടിയാ. ആമേൻ പാല് കൊണ്ടുപോയി കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോ ഏകദേശം 10-35 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ആ പാൽവണ്ടിക്കകത്ത് ഈ സൈക്കിളും കയറ്റി ആമേൻ ഈ ഞാനിരിക്കുന്ന ഹോളിന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. അപ്പൊ എനിക്ക് സൈക്കിള് കിട്ടിയ കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് ബോറടിച്ചോ? സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കാത്തിരിക്കുന്നത് ഒരിക്കലും വൃഥാവാകത്തില്ല. അങ്ങനെ ആ സൈക്കിളും കൊണ്ട് ഞാനും എൻ്റെ ഭാര്യയും മൂത്ത മോളും കൂടെ ആമേൻ ഞാനായിരിക്കുന്ന പഞ്ചായത്തിൽ, വില്ലേജിൽ, വാർഡിൽ ആമേൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി. ആമേൻ പലരും കളിയാക്കി കേട്ടോ. ആമേൻ അന്ന് എനിക്ക് 23 വയസ്സേ ഉള്ളൂ, 24 വയസ്സ്. ആമേൻ അന്ന് ഇൻസ്റ്റഡൊക്കെ ചെയ്ത് സൈക്കിളിൽ കയറി ഭാര്യയെ ഇരുത്തി കുഞ്ഞിനെ ഇരുത്തി കിലോമീറ്ററുകൾ ഇങ്ങനെ ചവിട്ടിപ്പോയി. ആ സമയത്ത് ഒരു സഹോദരി എൻ്റെ വീട്ടിൽ വന്നിട്ട് ചോദിക്കുക, പാസ്റ്ററെ നാണോ ഇല്ലേ ഈ ഭാര്യയെ ഈ മക്കളെ ഈ കുഞ്ഞിനെ വെച്ച് ഈ ടൗണിൽ കൂടെ വേർത്തൊലിച്ച് ഈ വെയിലത്ത് ഈ സൈക്കിളും ചവിട്ടി? പറയട്ടെ, ആ സഹോദരി എന്നോട് വന്ന ഒരു ദിവസം പറഞ്ഞു, പാസ്റ്ററെ ഒരു ബൈക്ക് ഞാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി ആഗ്രഹിക്കുക. എനിക്ക് അവിശ്വസനീയമായി. സ്തോത്രം. അതേ ചർച്ചിൽ ആമേൻ ഒരു 21 ദിവസം ഫാസ്റ്റിംഗ് ഇരിക്കുകയാണ്. ആ ഫാസ്റ്റിംഗ് ദിവസം ആമേൻ ആമേൻ എൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന വിഷയം, അവിടെ ശുശ്രൂഷിക്കാൻ വരുന്ന ഏതെങ്കിലും ഒരാള് എൻ്റെ തലയെ തൊട്ട് പറയണം, അതെ ഒരു സൈക്കിൾ എന്ത് ചെയ്യുന്നുണ്ട് ആമേൻ മാറി ഒരു ബൈക്ക് കിട്ടാൻ പോകുകയാണ്. പക്ഷെ 21 ദിവസവും ഇരുന്നു. 21 ദിവസവും ആരും എന്നോടൊന്നും പറഞ്ഞില്ലേ. ആ നാളുകൾ കഴിഞ്ഞ് ഒരു ദിവസം ഈ സഹോദരി എന്നെ വീട്ടിൽ വന്നിട്ട് ചോദിച്ചു, പാസ്റ്ററെ ഞാൻ ബൈക്ക് തരാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പിന്നെ മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ. അങ്ങനെയാണ് ആമേൻ എനിക്ക് ആദ്യമായിട്ട് ഒരു ബൈക്ക് കിട്ടുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയരേ, ആ ബൈക്ക് മാറി വീണ്ടും അടുത്ത ബൈക്ക്. അങ്ങനെ എനിക്ക് ഒരു കുഞ്ഞുണ്ടായി, 2 കുഞ്ഞുണ്ടായി. ഞാനും ഭാര്യയും മക്കളും കൂടെ കഴിഞ്ഞ കോവിഡ് കാലം വരെ ഈ ബൈക്കിലാണ് സഞ്ചരിച്ചത്. എൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞു, മരുമകനുമായി. അപ്പോഴും ഈ ബൈക്കിലാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത്. പ്രിയരെ, പരിമിതികൾ പൊട്ടുന്ന കാര്യം ഞാൻ ഈ പറയുന്നേ. സ്തോത്രം. ഹല്ലേലൂയ. 10 വർഷങ്ങൾക്ക് മുമ്പ് ലൈസൻസ് എടുത്തു. ആമേൻ. അത് കയ്യിൽ വെച്ചു. സ്തോത്രം. എന്നാൽ ഇന്നേക്ക് ചില വർഷങ്ങൾക്ക് മുമ്പ് ആമേൻ ഒരഭിഷക്തനെ ഞങ്ങളുടെ വീട്ടിലേക്ക് അയച്ചു. അദ്ദേഹം വന്നപ്പോ ആ സമയത്ത്
അദ്ദേഹം മാന്യമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന മനോഹരമായ ആമേൻ ഒരു കാറുമായിട്ടാണ് വന്നത്. ആ കാറിൽ ഞങ്ങളെ കയറ്റി ആമേൻ ഞങ്ങളായിരിക്കുന്ന ജില്ലയുടെ പല ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ചു. അന്ന് വണ്ടിയിൽ ഇരുന്ന് സംസാരിച്ചു, പ്രാർത്ഥിച്ചു. ദൈവമക്കളെ, സമയമായപ്പോൾ പരിമിതി പൊട്ടി ആമേൻ ഒരു വാഹനം ലഭിക്കാനിടയായി. ഹല്ലേലൂയ. ആ വാഹനവുമായി കേരളത്തിന്റെ 14 ജില്ലയിലും കർത്താവിന്റെ വചനം പ്രഘോഷിക്കുവാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയരെ, ഞാൻ എന്തിനാ ഇത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ആമേൻ, നമ്മുടെ പരിമിതികളെ പൊട്ടേണ്ടത് ആദ്യം നമ്മുടെ അകത്താണ്. സ്തോത്രം. എന്നെ കൊണ്ട് ഇങ്ങനെ ഒക്കത്തുള്ളൂ, എന്നെ കൊണ്ട് ഇങ്ങനെ പറ്റത്തുള്ളൂ, എൻ്റെ അപ്പന് പറ്റത്തില്ല, എൻ്റെ അമ്മയ്ക്ക് പറ്റത്തില്ല, എൻ്റെ സഹോദരങ്ങൾക്ക് പറ്റത്തില്ല, എന്നെ കൊണ്ട് ഒക്കത്തില്ല, പറ്റത്തില്ലെന്ന്, എന്നെ കൊണ്ട് നിന്നെ കൊണ്ടും പറ്റത്തില്ലെന്ന്. പക്ഷേ പറ്റുന്ന ഒരുവൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ വിളി കേട്ട് ഇറങ്ങി തിരിച്ചവര് ആമേൻ വിശുദ്ധിക്ക് വേണ്ടി നിലകൊണ്ടാൽ, വിശ്വാസത്താൽ അവനെ അനുഗമിക്കുവാൻ തയ്യാറായാൽ, അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുവാൻ തയ്യാറായാൽ, അവൻ തക്ക സമയത്ത് ചെങ്കടലിൽ പാതയൊരുക്കിയവൻ, ആമേൻ, അതേ കാറ്റിനെയും കടലിനെയും അടക്കിയവൻ, ശാന്തമാക്കിയവൻ, തക്ക സമയത്ത് അവന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ഇടയാകും. വിശ്വസിക്കുന്നവർ എന്നോട് ചേർന്ന് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അപ്പൊ ഈ ലോകത്തിന് ഒത്തുകളയാതെ മനസ്സിന്റെ പുതുക്കലാൽ മാറ്റം എന്ത് ചെയ്യണം? പ്രാപിക്കണം. ഈ ലോകക്കാരെ ചിന്തിക്കുന്നത് പോലെ ആമേൻ 1 രൂപ കൊണ്ട് പോയാലും കാറ് കിട്ടുമെന്ന് ഒരു അഡ്വൈസ്മെന്റ് കണ്ടിട്ട് എന്റെ കൂട്ടത്തിലുള്ള ഒരു സുഹൃത്ത് പോയി. അവിടെ ചെന്നപ്പം 1 രൂപ കൊടുത്ത് അവർ പറഞ്ഞ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞപ്പം നല്ലൊരു എമൗണ്ട് അവിടെ കൊടുക്കേണ്ട വന്നു. പിന്നെ മാസാമാസം ആമേൻ EMI അടയ്ക്കേണ്ട വന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒരു EMI അടയ്ക്കാതെ കണ്ട് ആമേൻ ഹല്ലേലൂയ 4 വീലർ ഓടിക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തു. സ്തോത്രം. ഈ ലോകത്തിനൊത്തു കളയാതെ മനസ്സിന്റെ പുതുക്കലാൽ എന്ത് ചെയ്യണം? മാറ്റം പ്രാപിക്കണം. ഹല്ലേലൂയ. ചുറ്റുപാടുകൾ മാറുന്നതിന് മുമ്പേ ചിന്തകൾ മാറണം. നമ്മുടെ ചിന്തകൾക്ക് മാറ്റം ഉണ്ടാകണമെന്ന്. സ്തോത്രം. മാറി ചിന്തിക്കണമെന്ന്. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിലെ വലിയ ശത്രു എന്താണെന്നറിയാം? ഞാൻ പോരാ എന്ന ചിന്തയാണ്. സ്തോത്രം. ഞാൻ പോരാ, എനിക്ക് പറ്റില്ല എന്ന ഭയം. ഹല്ലേലൂയ. പക്ഷെ വചനം പറയുന്നു, ഫിലിപ്പിയ ലേഖനം 4:13 നാം വായിച്ചല്ലോ, എന്നെ ശക്തീകരിക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നവനാകുന്നു. ഹല്ലേലൂയ. വായിച്ചാട്ടെ. ആമേൻ. ഹല്ലേലൂയ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നവനാകും. എങ്കിലും എന്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ മതി. ആമേൻ. ഈ വചനം ആമേൻ ആത്മവിശ്വാസമല്ല. ഈ വചനം ആത്മവിശ്വാസമല്ല, പിന്നെന്താണ്? ദൈവാശ്രയമാണ്. ഹല്ലേലൂയ. ആമേൻ. ഉയർച്ചയുടെ ലക്ഷ്യം ആമേൻ നിന്റെ പേരല്ല, ദൈവത്തിന്റെ നാമമാണ്. എന്റെയും നിന്റെയും പേര് വലുതാക്കണം. ഹല്ലേലൂയ. അതല്ല, പിന്നെയോ എന്നിലൂടെ, നിങ്ങളിലൂടെ, നമ്മളിലൂടെ ദൈവത്തിന്റെ നാമം എന്ത് ചെയ്യണം? മഹത്വപ്പെടണം. ഹല്ലേലൂയ. ദൈവം നിന്നെ ഉയർത്തുന്നത് ആമേൻ നിന്നെ കാണിക്കാനല്ല, അവനെ വെളിപ്പെടുത്തുവാനാണ്. ദൈവം ഇതെല്ലാം തന്നു എന്ന് പറഞ്ഞ് അഹങ്കരിക്കാനല്ല. ആമേൻ. ദൈവത്തെ വെളിപ്പെടുത്തുവാനാണ്. ഇന്ന് രാത്രി ഞാൻ എൻ്റെ ജീവിതാനുഭവം നിങ്ങളോട് പങ്കുവച്ചത് എന്തിനാണെന്നറിയോ? ഹല്ലേലൂയ. മനുഷ്യന്റെ പ്രവൃത്തി ആമേൻ നമ്മെ ഒരു സർക്കിളിനകത്ത് ഒതുക്കിയിരുത്തുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി ആ സർക്കിൾ പൊട്ടിച്ച് നമ്മെ വെളിയിലേക്ക് നയിക്കും. ആമേൻ. അവൻ നമ്മെ ഉയർത്തും. ഹല്ലേലൂയ. ആമേൻ. അതെന്തിനാണെന്നറിയോ? ദൈവത്തെ വെളിപ്പെടുത്താനാണ്. മത്തായി സുവിശേഷം 5:16 ആമേൻ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന്. വായിച്ചേ.
നിങ്ങളുടെ നല്ല പ്രവൃത്തി അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. Praise the Lord. Hallelujah. ഉയർച്ച അഹങ്കാരത്തിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് നയിക്കേണ്ടത്. ഹല്ലേലൂയ. നിന്റെ ഉയർച്ച മറ്റുള്ളവർക്കുള്ള വഴിയായിരിക്കണം. ആമേൻ. ഹല്ലേലൂയ. നിന്റെ സാക്ഷ്യം ഈ തലമുറയ്ക്ക് പ്രത്യാശയായിരിക്കണം. ഹല്ലേലൂയ. ദൈവം നിന്നെ ഉയർത്തുന്നത് പേരിനായല്ല. പ്രൈസ് ദി ലോർഡ്. അതേ ശുദ്ധിക്കായിട്ടാണ്. ഹല്ലേലൂയ. നിത്യജീവനിലേക്കാണ്. പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനം 12:14. ആമേൻ. വിശുദ്ധിയില്ലാതെ ആർക്കും കർത്താവിനെ കാണുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. യോഹന്നാൻ 3:16. ആമേൻ. ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. എന്തിന്? നാം നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. ഹല്ലേലൂയ. ഈ ഉയർച്ച ആമേൻ എന്തിനാണെന്നറിയാമോ? നിത്യജീവനിലേക്കുള്ള യാത്രയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നീ കേട്ടത് ഒരു പാട്ടിന്റെ വരികളല്ല. ഹല്ലേലൂയ. ആമേൻ. അതേ, ഇത് നിന്റെ ജീവിതത്തിന്റെ ആമേൻ ദൈവത്തിന്റെ അതേ ശബ്ദമാണ്, ദൈവത്തിന്റെ ഇടപെടലാണ്. ഹല്ലേലൂയ. പരിമിതി എന്ന ആമേൻ നീ വിളിച്ചതിനെ ദൈവം സാക്ഷ്യമാക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. ഇപ്പോൾ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ചിലരോട് പറയുന്നു, ഭയത്തോട് വിട പറയൂ. ഹല്ലേലൂയ. പഴയ മനുഷ്യനോട് വിട പറയൂ. യേശുവിൽ പുതിയ ജീവിതം സ്വീകരിക്കൂ. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ആമേൻ. ഇന്ന് നീ കേൾക്കേണ്ട ഒരു വാക്ക് പരിമിതി നിന്റെ തിരിച്ചറിയലല്ല, അത് ദൈവം പ്രവർത്തിക്കുന്ന വേദിയാ. ഹല്ലേലൂയ. നീ താഴ്ന്നതായി തോന്നുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ ദൈവം നിന്നെ ഉയർത്തും. ആമേൻ. നീ ഒറ്റപ്പെട്ടവനായി തോന്നുന്നുണ്ടെങ്കിൽ ദൈവം നിന്നെ ഒരുക്കുന്നു. ഇന്ന് തീരുമാനിക്കൂ, പരിമിതികൾ നിലനിൽക്കില്ല, വിശ്വാസത്തിൽ നടക്കും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ദൈവം വിളിച്ച ഉയർച്ചയിലേക്ക് ആമേൻ നീങ്ങും. കാരണം പരിമിതി പൊളിക്കപ്പെടുമ്പോൾ ഉയർച്ച തുടങ്ങും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചിലരെ നോക്കി ഞാൻ പ്രഖ്യാപിക്കുന്നു, നിന്റെ ജീവിതത്തിൽ നിന്നെ തടഞ്ഞു നിന്നിരുന്ന അദൃശ്യ പരിധികൾ ഈ രാത്രി ദൈവ ശക്തിയാൽ പൊളിക്കപ്പെടുന്നു. ഹല്ലേലൂയ. ഞാൻ പ്രഖ്യാപിക്കുന്നു, നീ വർഷങ്ങളായി ഇവിടെ വരെ മാത്രമെന്ന് കരുതിയ ആ അതിരുകൾ ഇന്ന് കർത്താവ് നീക്കം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചിലരെ നോക്കി ഞാൻ പ്രഖ്യാപിക്കുന്നു, അടഞ്ഞു പോയ വഴികൾ ഇപ്പോൾ തുറക്കപ്പെടുന്നു. മുടങ്ങിയ യാത്ര വീണ്ടും മുന്നോട്ട് നീങ്ങുന്നു. ഹല്ലേലൂയ. ആമേൻ. ചിലരെ നോക്കി ഇന്ന് രാത്രി ഞാൻ പ്രഖ്യാപിക്കുന്നു, നിന്നെ താഴെ പിടിച്ചു നിർത്തിയ ഭയം, കുറ്റബോധം, നിരാശ ഇപ്പോൾ നിന്റെ മേൽ ഹല്ലേലൂയ അധികാരം നഷ്ടപ്പെടുന്നു. ഹല്ലേലൂയ. നീ ചവിട്ടിപ്പോയ നിലം നിന്റെ ഉയർച്ചയുടെ പടുവകളായി മാറുന്നു. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ നിന്റെ തലമുറയിൽ ദൈവം നിന്നെ ഉയർത്തി നിർത്തും. ഹല്ലേലൂയ. നീ ഒറ്റയ്ക്കല്ല, കരുതുന്നവനും കാക്കുന്നവനും നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ആ തിരമ്പുന്ന തിരമാലകൾക്കിടയിൽ നിന്റെ ജീവിതം ആമേൻ ഹല്ലേലൂയ ആ ജീവിതമാകുന്ന പടക് അതേ മുങ്ങിപ്പോകുവാൻ അവൻ സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ. ആമേൻ. ദൈവം നിന്റെ മുമ്പിലും അതേ വഴി തുറക്കുന്നു. ആമേൻ. ചെങ്കടൽ വഴി തുറന്ന ദൈവം ആമേൻ നിന്റെ ജീവിതത്തിന്റെ മുന്നിലും വഴികൾ തുറക്കുന്നു. ഹല്ലേലൂയ. വൈരിയുടെ മുമ്പിൽ ദൈവം നിനക്കായി വിശാല സ്ഥലമൊരുക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. നീ പരിധിയിലല്ല, ആമേൻ നീ ദൈവ നിയോഗത്തിലാണ് നടക്കുന്നത്. ആമേൻ. ഇന്നത്തെ സമൃദ്ധം നാളത്തെ സാക്ഷ്യമായി മാറും. ഹല്ലേലൂയ. ഈ രാത്രി മുതൽ നിന്റെ ജീവിതത്തിൽ ഉയർച്ച ആരംഭിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. നീ താഴെയല്ല, തല ഉയർത്തി നടക്കും. പിന്നിലല്ല, മുന്നിലേക്കാണ് നീ പോകുന്നത്. ഹല്ലേലൂയ. അതേ പരിമിതി പൊളിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം നിന്നെ പാരിതിൽ ഉയർത്തുന്നു. ഹല്ലേലൂയ. ഈ വചനം കേൾക്കുന്ന ഓരോ ഹൃദയത്തിലും വിശ്വാസം പുതുക്കപ്പെടുന്നു.
ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ നിന്റെ ജീവിതം ഇനി ഒരിക്കലും പഴയ പോലെ ആയിരിക്കില്ല. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടച്ചാട്ട് ആമേൻ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധനും ആമേൻ ശക്തനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രനും വീണ്ടെടുപ്പുകാരനും ഞങ്ങളുടെ രക്ഷകനുമായ യേശു കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ കേട്ട വചനത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതി അർപ്പിക്കുന്നു. കർത്താവേ, പരിമിതികളാൽ ജീവിതം ആമേൻ മുറിഞ്ഞു പോയിരുന്ന ഹൃദയങ്ങളോട് ഇന്ന് സംസാരിച്ചല്ലോ. ആമേൻ തടഞ്ഞു നിർത്തി അദൃശ്യ ചങ്ങലകൾ അവിടുത്തെ ശക്തിയാൽ പൊളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവേ, തിരമ്പിയ തിരമാലകൾക്കിടയിലും മുങ്ങിപ്പോകുമെന്ന് കരുതിയ ജീവിത പടകുകളിൽ ഇപ്പോൾ നീ കൈവെക്കണമേ. ഭയത്തിൽ പിറന്ന തെറ്റായ തീരുമാനങ്ങൾ ഇന്ന് നിന്റെ പ്രകാശത്തിൽ ആമേൻ ശരിയാക്കപ്പെടട്ടെ. നിരാശയിൽ തളർന്ന ആത്മാക്കളിൽ പുതിയ പ്രത്യാശ ഉണരട്ടെ. കർത്താവേ, ചെങ്കടലിൽ വഴി തുറന്ന ദൈവമേ, വൈരിയുടെ മുമ്പിൽ വഴി തുറന്ന ദൈവമേ, ഈ രാത്രിയിൽ നിന്റെ ജനങ്ങളെ വിശാല സ്ഥലത്തിലേക്ക് നടത്തണമേ. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ വർഷങ്ങൾ ആമേൻ അവിടുത്തെ കൃപയാൽ തിരികെ ലഭിക്കട്ടെ. വിശ്വാസം ക്ഷയിച്ച ഇടങ്ങളിൽ ആമേൻ വിശ്വാസം പുതുക്കപ്പെടട്ടെ. ദുർബലതയിൽ ആമേൻ നിന്റെ ശക്തി പൂർണ്ണമാകട്ടെ. ഈ രാത്രി മുതൽ ആമേൻ ഹല്ലേലൂയ, ജീവിതങ്ങൾ പരിമിതികളിലല്ല അവിടുത്തെ വിളിയിലും നിയോഗത്തിലുമായി തീരട്ടെ. പിതാവേ, ഈ വചനം കേട്ട ഓരോ ഹൃദയവും വീണ്ടും പഴയ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകാതെ ഉയർച്ചയുടെ വഴിയിൽ സ്ഥിരമായി നടക്കുവാൻ കൃപ നൽകണമേ. ഇപ്പോൾ ഈ ലൈവ് ആമേൻ സമാപിക്കുമ്പോ അവിടുത്തെ സമാധാനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ കാവലാകട്ടെ. ആമേൻ. അവിടുത്തെ ദൂതന്മാർ ചുറ്റി ആമേൻ ഹല്ലേലൂയ എല്ലാവരെയും കാക്കണമേ. ഈ രാത്രിയിൽ തുടങ്ങിയ ഉയർച്ച നാളുകളിലും വർഷങ്ങളിലും സാക്ഷ്യമായി മാറട്ടെ. ഇതെല്ലാം പരിമിതി പൊളിക്കുന്ന ദൈവമായ ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിന്റെ ശക്തിയുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള നന്ദിയും വന്ദനവും അറിയിക്കുന്നു. ഗോഡ് ബ്ലസ് യു. സീ യു അഗെയിൻ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. നിങ്ങൾക്ക് ഈ കൂട്ടായ്മ അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിപ്പാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പർ റിക്വസ്റ്റ് ചെയ്യുക. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ വരും ദിനങ്ങളിൽ വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടി കർത്താവിന്റെ വേലയിൽ ആമേൻ ഒരുമിച്ച് ആയിരിക്കാം. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. See you again.